ആരാധന എന്ന് പറയുന്നത് നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നറിഞ്ഞിട്ട് ആ ദൈവത്തിന് അറിഞ്ഞവരങ്ങോട്ട് കൊടുക്കുന്നതാണ് ആരാധന. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ആരാധിക്കുന്നവൻ അറിഞ്ഞിട്ട് അവൻ കൊടുക്കുന്നതാണ് ആരാധന. വിടുതൽ എന്നാന്ന് ചോദിച്ചാൽ ആരാധിക്കുന്നവൻ ആരാണെന്ന് ആരാധന ഏറ്റെടുക്കുന്ന ദൈവം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് തരുന്നതാണ് വിടുതൽ. അപ്പോൾ ആരാധിക്കുന്നവൻ ആരാണ് ദൈവമെന്നറിയണം. ദൈവത്തിന് ആരാധിക്കുന്നവനെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നടക്കുന്ന യുദ്ധത്തിൽ രണ്ട് കൂട്ടരാണ്. ഒന്ന് ഇഴയുന്നവനും രണ്ട് വാഴുന്നവനുമാണ്. ഇഴയുന്നവൻ ഒരിക്കൽ പറന്നവനും പിന്നെ വെട്ടേറ്റ് നിലത്ത് വീണവനുമാണ്. വീണവൻ ഇഴയും. സ്തോത്രം. അവൻ്റെ സാന്നിധ്യമുള്ളവരുടെ ആരാധന ഇഴഞ്ഞതായിരിക്കും, കയ്യടി ഇഴഞ്ഞതായിരിക്കും, ഹല്ലേലൂയ വലിഞ്ഞതായിരിക്കും. കാരണം ഇഴയുന്ന ആ വ്യാപാരമുണ്ട്. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നവൻ വാഴുന്നവനാണ്. സ്തോത്രം. വാഴുന്നവനും വീണവനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. സ്തോത്രം. ഈ ഉപവാസത്തിൽ ദൈവമക്കൾ വാഴണം. നിന്റെ വീട്ടിൽ നീ ആയിരിക്കണം വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവം വിളിച്ചവരുമുണ്ട്, ദൈവത്തെ വിളിച്ചവരുമുണ്ട്. ദൈവം വിളിച്ചവര് അത്ഭുതമായിട്ട് മാറും. അതിന് തെളിവാണ് നമ്മുടെ പാസ്റ്റങ്ങളൊക്കെ. അത്ഭുതമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അത്ഭുതമാണ്. പിന്നെ 1.5 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് വചനം പറയുന്ന അതിനെക്കാട്ടി ഭയങ്കര അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം വിളിച്ചവനെ ദൈവം അത്ഭുതമാക്കും. ദൈവത്തെ വിളിക്കുന്നവൻ കുറെ അത്ഭുതം കണ്ടേച്ചു പോകും. നിങ്ങൾക്ക് ഇന്ന് പലർക്കും അത്ഭുതം കാണാം. യോഗം തിരുന്നതിന് മുമ്പേ അത്ഭുതം നടക്കും. അപ്പോ ദൈവത്തെ വിളിക്കുന്നവൻ കുറെ അത്ഭുതങ്ങൾ കണ്ടേച്ചു പോകും. പക്ഷെ ദൈവം വിളിച്ചവനെ ഇന്ന് പകലൊരു അത്ഭുതമാക്കും. ഇതിലേതാ വേണ്ടിയെന്ന് നീ തീരുമാനിച്ചോണം. നിനക്ക് അത്ഭുതം കണ്ടേച്ചു പോകാം, നിനക്കൊരത്ഭുതമായിട്ട് മാറാം. ഈ 9ാമത്തെ പകൽ ഞാനൊരു അത്ഭുതമായി മാറും എന്ന് ഉറപ്പുള്ളവരാ കരമൊന്നടിച്ച് നന്നായിട്ടൊരു നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ വിളിക്കുന്നവന്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും. യോഗം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രകാശം കാണും. പക്ഷെ ദൈവം വിളിക്കുന്നവന്റെ മുഖം പ്രകാശിക്കും. അവൻ്റെ മുഖത്തെ പ്രകാശം കാണുമ്പോൾ താഴ്വരെ നിൽക്കുന്നവർ ഞെടുങ്ങും. അവർ പറഞ്ഞു, ഒരു തുണി മുഖത്തങ്ങ് ഇട്ടു, ഇത് കാണാനുള്ള കണ്ണ് ഞങ്ങൾക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദൈവം ഇന്ന് പകൽ നിന്നെ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥനാ പർവ്വതത്തിലേക്ക് കയറ്റിയാൽ ഇറങ്ങി വരുന്നത് പ്രകാശിക്കുന്നവരായിട്ടായിരിക്കും. നിന്റെ പ്രകാശം കാണുമ്പോൾ നിനക്കെതിരെ ചലിക്കുന്ന വ്യാപാരങ്ങൾ കരിയണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിനക്കും എനിക്കും വിരോധമായി കരിയുന്ന വ്യാപാരങ്ങൾ കരിഞ്ഞു മാറുന്ന ഒരു ദൈവീക പ്രകാശം നിന്റെ മേൽ അടിക്കുവാൻ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, മരണത്തിന്റെ നിലവറയിലാ കൊണ്ടുപോയി യോഹന്നാനെ ഇട്ട്. ഇനി ഇവന്റെ ആയുസ്സിൽ ഇവൻ മടങ്ങി വരില്ലെന്ന് പറഞ്ഞാണ് പത്മോസി തട്ടിയെ. സ്തോത്രം. അതിനു മുമ്പേ
ഒന്നിലധികം തവണ കൊല്ലാൻ നോക്കി. ഒരു നിലയിൽ ഈ മനുഷ്യൻ ചാകുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഇവനെ കൊണ്ട് പത്മോസിൽ തട്ടി. സ്തോത്രം. നമ്മുടെ റാന്നിലെ ഭാഷ ഒടുക്കത്തെ പണി ചെയ്ത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ മരണത്തിന്റെ നിലവറയെ ഭക്തൻ വെളിപ്പാടിന്റെ കലവറയാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് വേണമെങ്കിൽ മരണത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതേ പ്രതലത്തെ, അതേ സ്ഥലത്തെ നിനക്ക് വെളിപ്പാടുകളുടെ കലവറയാക്കി മാറ്റാം. ഹല്ലേലൂയ. ഏത് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന നീയാ തീരുമാനിക്കുന്നേ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാല സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിന്റെ ഇന്നത്തെ കഷ്ടത, ഇന്നത്തെ ശോധന, ഇന്നത്തെ പ്രതികൂലം, ഇന്നത്തെ പ്രതിസന്ധി, ഹല്ലേലൂയ, നിനക്കൊരു വെളിപ്പാടുകളുടെ കലവറ ദൈവം തുറന്നു തരാനാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഈ പകൽ സ്തുതിച്ചാരാധിക്കട്ടെ. ചില വെളിപ്പാടുകളുടെ കലവറ. ഹല്ലേലൂയ. രാജ്യം ഭരിക്കുന്ന രാജാവിന് അറിയാവുന്ന അങ്ങേ അതിർത്തിയാണ് പത്മോസ്. സ്തോത്രം. പക്ഷേ യോഹന്നാന്റെ ദൈവം അവിടെ നിർത്തിയില്ല. അവനോട് പറഞ്ഞു, മോനിഞ്ഞ് കയറിപ്പോരടാന്ന് പറഞ്ഞു. സ്തോത്രം. യോഹന്നാൻ കയറിപ്പോയ സ്ഥലം ഒരിക്കലും ഈ രാജാവ് കണ്ടിട്ടില്ല. രാജാവിന് കാണാനും ഒക്കത്തില്ല. അവൻ ഈ മരണത്തിന്റെ നിലവറ വരെ കാണത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, പൊന്നുമോനെ കയറി വാടാന്ന് പറഞ്ഞു. അവന് വേണ്ടി മാത്രം ഒരു വാതിൽ തുറന്നു. ഇന്ന് പകൽ നിനക്ക് വേണ്ടി മാത്രം, പ്രതികൂലങ്ങളിൽ കൂടെ പോകുന്ന നിനക്ക് വേണ്ടി മാത്രം ഒരു കലവറ. ഹല്ലേലൂയ. യോഹന്നാൻ പത്മോസിൽ ചെന്നപ്പോൾ ആദ്യം കണ്ടത് സഭയല്ല. യോഹന്നാൻ കണ്ടത് കൊത്തി വലിക്കാൻ വരുന്ന, ചിറകടിച്ചു വരുന്ന കഴുകനെയല്ല. ആഞ്ഞു കൊത്താൻ പണമുയർത്തി വരുന്ന പാമ്പിനെയല്ല. വാലുകൊണ്ട് കുത്താൻ വരുന്ന തേളിനെയല്ല. വിഴുങ്ങാൻ വരുന്ന തിരമാലയല്ല. യോഹന്നാൻ കണ്ടത് യേശുവിനെയാണ്. നീ കഷ്ടതയിൽ കാണേണ്ടത്, നിന്റെ ഒറ്റപ്പെടലിൽ കാണേണ്ടത്, നിന്നെ കൊത്തി വലിക്കാൻ വരുന്ന കഴുകനെയല്ല. നീ അവിടെ കാണേണ്ടത് യേശുവിനെയാണ്. അത് സാധാരണ യേശുവിനെയല്ല, മഹത്വപൂർണനായ യേശുവിനെ. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവരിന്ന് രാവിലെ ആരാധിക്കണം. ഈ കഷ്ടതയുടെ നടുവിൽ ഒരു മഹത്വപൂർണനായ യേശുവിനെ കാണുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസോസ് എന്ന സ്ഥലത്തെ അനുഗ്രഹീതമായ സഭയിൽ 25 വർഷം പാർഷായിട്ടിരുന്നിട്ട് കാണാത്തൊരു കാര്യം. സ്തോത്രം. 100 വയസ്സിനിടയിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം. വന്യ വയോധികൻ പത്മോസിൽ കിടന്നപ്പോൾ കാണുകയാണ്. പുറകിൽ കേട്ട ശബ്ദം എന്തെന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മുടി ഹിമത്തെക്കാട്ടി വെണ്മ. കണ്ടിട്ടുണ്ടോ? സ്തോത്രം. മുഖം സൂര്യനെക്കാട്ടി ശോഭ. ഓ, മാറത്ത് പൊൻകച്ച, അഗ്നിജാലയ്ക്കൊത്ത കണ്ണ്, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാല്. ഓ, നിലയങ്കി ധരിച്ചവൻ. ശബ്ദം ബേഥേലിലെ മൊത്തം വിശ്വാസിയും കൂടെ ശബ്ദം വെച്ചാൽ ഉണ്ടാകത്തില്ല. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ, പുരുഷാരത്തിന്റെ ഘോഷം. നീ ഒറ്റപ്പെട്ടെന്ന് വിചാരിച്ച് നിരാശപ്പെടല്ല. ഒറ്റപ്പെട്ടവന്റെ അടുക്കൽ വെളിപ്പെട്ടത് പുരുഷാരത്തിന്റെ ഘോഷം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ഹല്ലേലൂയൊക്കെ പറയാൻ വരുന്ന പങ്കപ്പാട് നമുക്കറിയാം. പറയിപ്പിക്കാൻ വരുന്ന പങ്കപ്പാട് ഞങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്.
പക്ഷേ പത്മോസിൽ ആരും ഹല്ലേലൂയ പറയിപ്പിച്ചില്ല. അവിടെ ഒരു ശബ്ദമുയർന്നു, പുരുഷാരത്തിന്റെ ഘോഷം. ഈ 9ാമത്തെ പകൽ ഇവിടെ ഉയരണം. പ്രസംഗം നടന്നില്ലെങ്കിലും ഉയരണം, ദൂത് കേട്ടില്ലെങ്കിലും ഉയരണം. നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ ഒറ്റപ്പെടലിന്റെ നടുവിൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ പുരുഷാരത്തിന്റെ ഘോഷം. ഓ റബബബബസ്, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, യഥാർത്ഥ സാന്നിധ്യം വെളിപ്പെട്ടാൽ ആരും ഇങ്ങനെ ഇരിക്കത്തില്ല. യോഹന്നാൻ മരിച്ചവനെ പോലെ വീണുപോയി. മരിച്ചില്ല, മരിച്ചവനെ പോലെ. സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരുത്തിനും ഇല്ല. സ്തോത്രം പറയണം. ഇന്ന് പല എത്ര പേര് കൊതിക്കുന്നുണ്ട്. PC ചെറിയാൻ പാസ്റ്ററെ കണ്ടേച്ചു പോകല്ലാരും, MA വർഗീസ് അങ്കിളിനെ കണ്ടേച്ചു പോകല്ല. ഇന്ന് പകൽ ആ സാന്നിധ്യം ഇവിടെ വെളിപ്പെടണം. ആ സാന്നിധ്യം വെളിപ്പെട്ടാൽ നിന്റെ വെളിപ്പാടുകളുടെ കലവറകളെ ദൈവം തുറക്കാൻ പോകുകയാ. ഓറി ഗലമന ദുരജാരകൾ കനാദരാജല ഓ ശിഖരബബ ശബ്ദേ രമനേ. ഹല്ലേലൂയ. രക്തത്താലെ ജയം. ഈ മനുഷ്യന് വലിയൊരു വിഷയത്തെ ഫേസ് ചെയ്യുക. എന്തോ വിഷയം? മരണം. ഏതു വിധേനയും കൊല്ലും. അത് ഡൊമിനിഷൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊന്നേ അടങ്ങും. സ്തോത്രം. അതിൻ്റെ പദ്ധതികൾ 1, 2, 3 നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി. അപ്പം വെളിപ്പെട്ടവൻ പറയാണ്, യോഹന്നാനേ, ഭയപ്പെടേണ്ട. നീ ഇപ്പം ഭാരപ്പെടുന്ന വിഷയത്തെ ഞാൻ ഫേസ് ചെയ്തവനാ. ഞാൻ മരിച്ചവനായിരുന്നു. പരിചയപ്പെടുത്തുക. കുഞ്ഞെ, നീ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയത്തെ ഞാൻ നേരിട്ട് അനുഭവിച്ചവനാ. നീ മരണമെന്ന് കേൾക്കുന്നേ ഉള്ളൂ. ഞാൻ ആ മരണത്തിൽ കൂടെ പോയവനാ. നല്ല സ്തോത്രം പറയണം. കർത്താവ് പരിചയപ്പെടുത്തുകയാ. ഞാൻ ആൽഫയും ഒമേഗയുമാന്നല്ല പറഞ്ഞേ, ഞാൻ ആദിയും അന്തവും എന്നല്ല പറഞ്ഞേ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു പറയാണ്, കുഞ്ഞെ, നീ ഇന്ന് പകൽ എന്തിനെ ഭയപ്പെടുന്നോ ആ വിഷയത്തിലൂടെ ഞാൻ കടന്നു പോയവനാ. ഞാൻ മരിച്ചവനായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഭാരപ്പെടുന്ന വിഷയത്തെ, നീ ഭയപ്പെടുന്ന വിഷയത്തെ ഇന്ന് പകൽക്കാലം അനുഭവിച്ച ഒരുത്തൻ ഇവിടെ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. ഓ, ഞാൻ മരിച്ചവനായിരുന്നു. പരിചയപ്പെടുത്തുക. പക്ഷേ ഒരു ദിവസത്തേക്ക് ജീവിച്ചതല്ല, എന്നേക്കും. ഒന്ന് പറഞ്ഞ പദം. ഓ, ഇവിടെ പാർശ്വങ്ങൾ ഉൾപ്പെടെ ക്യാൻസർ സൗഖ്യമായതാ. ഇപ്പം ക്യാൻസർ സൗഖ്യമായവർ മാത്രം സാക്ഷി പറയാൻ പറഞ്ഞാൽ ഒരു 50-60 പേര് ഇവിടെ എഴുന്നേക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ മരണത്തെക്കുറിച്ച് കേട്ടു. 16 ഹീമോ, 35 ഹീമോ, 45 റേഡിയേഷൻ. സ്തോത്രം. അവരാരും മരിച്ചില്ല. പക്ഷെ ഇവിടെ വന്നേക്കുന്ന ആള് രോഗം വന്നെന്നല്ല പറഞ്ഞേ, മരിച്ചവനായിരുന്നു. നീ 2-3 ദിവസമായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെണ്ണ മുക്കുന്നു, വിഷം തരുന്നു, നാട് കടത്തുന്നു, മരണമെന്ന് കേൾക്കുന്നല്ലേ ഉള്ളൂ. എടാ, കേട്ടതിനെ ഞാൻ ജയിച്ചവനാ. നിന്റെ ദൈവം ആരാ നീ പകൽ അറിയണം. നീ ഭയപ്പെടുന്ന വിഷയത്തിന്റെ മുമ്പിൽ നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നീ ഇന്ന് പകൽ അറിഞ്ഞിട്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഓ, രക്തത്താലെ ജയം. ഹല്ലേലൂയ. പക്ഷേ മരണത്തിന് എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. സ്തോത്രം പറയണം. എന്നെ പിടിച്ചു വെക്കാമെന്ന് മരണം വിചാരിച്ചു.
മോനെ യോഹന്നാനെ, മരണം എന്നെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്നവൻ സകലത്തിനും മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ യോഹന്നാനെ, ഞാൻ ആ മരണത്തെ ജയിച്ചവനാ, എന്നേക്കും ജീവിക്കുന്നവനാ. തീർന്നില്ല മോനെ, ഞാൻ ആ മരണത്തെ ജയിച്ചപ്പോൾ പൂട്ടി താക്കോലും കൊണ്ടാ പോന്നെ. നീ മരിക്കണോ മരിക്കണ്ടായോ? നീ എപ്പം മരിക്കണം, എന്ന് മരിക്കണം, എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കുന്ന താക്കോൽ പിശാചിന്റെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഡോക്ടറുടെ കയ്യിലല്ല, മന്ത്രവാദിയുടെ കയ്യിലല്ല, ദുഷ്ടപിശാചിന്റെ കയ്യിലല്ല, വീണവന്റെ കയ്യിലല്ല, തലചതഞ്ഞവന്റെ കയ്യിലല്ല. അത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ കയ്യിലാ, യേശുവിന്റെ കയ്യിലാ, യേശുവിന്റെ കയ്യിലാ. നീ ധൈര്യത്തോടെ പറ, എന്നോട് കൂടെ ഉള്ളവന്റെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്. ഓ ശക്തമായ ഒരു നിമിഷം. ഹല്ലേലൂയ. ചുടാരബല മനദുരജാരകൽക്കനാദര വൈഡം ഭ്രമണധികാരകൽക്കനെ നിരാദരാജലാര വൗഡ അർത്ഥമാന പക്ഷ സൈഡാരിവാരകൽക്കമന. ഹല്ലേലൂയ. ചില ഭയങ്ങൾ മാറിപ്പോകട്ടെ, ചില ഭയങ്ങൾ മാറിപ്പോകട്ടെ. നിന്നെ അലട്ടുന്ന ചില മരണ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നെ വിട്ടുമാറട്ടെ. കുഞ്ഞേ, താക്കോല് മരണത്തിന്റെ മാത്രമല്ല, പാതാളം ഞാൻ പൂട്ടി. സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാതാളം ഞാൻ പൂട്ടി, മരണം ഞാൻ പൂട്ടി. തിളപ്പിച്ച എണ്ണയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല നീ ചാകാഞ്ഞേ, താക്കോൽ എൻ്റെ കയ്യിലായോണ്ടാ. ഓ, കാൻസറിന്റെ സിംറ്റത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല നീ ചാകാഞ്ഞേ, താക്കോൽ എൻ്റെ കയ്യിലാ. ഇന്ന് പകൽ നീ വിശ്വസിക്കണം, താക്കോൽ യേശുവിന്റെ കയ്യിലാ. ഈ 9ാമത്തെ പകൽ യേശുവിടെ വന്നിട്ടുണ്ട്, താക്കോൽ അവന്റെ കയ്യിലാ. ഓ, നിന്റെ പ്രാണന്റെ ഉടയവനവനാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഓ രക്തത്താലേ ജയം, വചനത്താലേ ജയം, ആത്മാവിനാലേ ജയം. നോക്കിക്കേ, ഈ ദൈവത്തിൻ്റെ ദാസൻ ആ ഭാഗം എടുത്തോണ്ട് ഞാനത് ഒന്ന് പറയുന്നതേ ഉള്ളേ, എൻ്റെ പ്രസംഗ വിഷയമല്ല. ദൈവാത്മാവ് നടത്തുന്നത് പോലെ പോട്ടെന്നേ. സ്തോത്രം. 1-ാം അധ്യായത്തിൽ യേശുവിനെ കണ്ടു. 2-ഉം 3-ഉം അധ്യായത്തിൽ യേശുവിൻ്റെ സഭയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. 4-ഉം 5-ഉം അധ്യായത്തിൽ സ്വർഗത്തിലെ ആരാധന കണ്ടു. ഇവിടുത്തെ ആരാധനയൊന്നും ആരാധനയല്ലെന്നേ. നമുക്ക് പാട്ട് മൂത്താലേ ആരാധന വരും, പ്രസംഗം ക്ലൈമാക്സ് വന്നാലേ ആരാധന വരും. MA വർഗീസ് പാസ്റ്റർ അങ്കിളും സുനിൽ പാസ്റ്ററും പറയാത്ത എന്തെങ്കിലും ഞാൻ കയറി പറഞ്ഞാലേ നിങ്ങൾ കൈയടിക്കൂ. പറ. ഇന്നലെ വന്ന മറ്റ് ദൈവദാസന്മാർ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് എന്തോ വരത്തുള്ളൂ, കൈയടി വരത്തുള്ളൂ. ശരിയല്ലേ? യോഹന്നാൻ ആ ആരാധന കണ്ടെന്നല്ല, 2-ഉം 3-ഉം അധ്യായത്തിൽ സഭയെ കണ്ടു. പക്ഷെ 4-ഉം 5-ഉം അധ്യായത്തിൽ ആരാധന കണ്ടു. ഇന്ന് പകൽ ആരാധന കാണണം. ആരാധനയുടെ നടുക്ക് ഓർഗൻ വായിക്കുന്ന ആളിരുന്നല്ല. ഹലോ, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടിട്ടുള്ളൊരു ആരാധന. ഇന്ന് പകൽ നീ അത് കണ്ട് ആരാധിക്കണം. എൻ്റെ പ്രസംഗം കേട്ട് ആരാധിച്ചാൽ ഒക്കത്തില്ല.
ഇന്ന് പകൽ യോഹന്നാൻ പത്മോസിൽ ആരാധിച്ചത്, യോഹന്നാൻ ആത്മാവിൽ വിവശനായത് യേശുവിന്റെ കാൽവറി കണ്ടിട്ട് അവനവിടെ ആരാധിച്ചെങ്കിൽ ഈ 9ാമത്തെ പകൽ, ഓ എത്ര പേർ കേട്ടെടുക്കാൻ തയ്യാറുണ്ട്? ഓ നിന്റെ അകക്കണ്ണുകൾ ഈ പകൽ തുറക്കട്ടെ, അകക്കണ്ണുകൾ തുറക്കട്ടെ, അകക്കണ്ണുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓരാ കേൾക്കാം മാനാ ധീരാ ധരാ ജഗന രൗഷാരബല. ഹല്ലേലൂയ. 6-7 അധ്യായത്തിൽ ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന വ്യാപാരത്തെ കണ്ടു. നിങ്ങൾ ഈ 9 ദിവസമായിട്ട് കണ്ടായിരുന്നോ? 3 കൈയടിച്ച നിന്നെ കൊണ്ട് നിർത്തിക്കുന്ന ആ പോരിനെ നീ കണ്ടോ? ഉണ്ടെന്നില്ല. 2 അന്യഭാഷ വേണ്ട, അന്യഭാഷ നിന്ന് പോന്ന ആ നിർത്തിക്കളയുന്ന അതിനെ നീ കണ്ടോ? യോഹന്നാൻ 1 യേശുവിനെ കണ്ടു, 2-ലും 3-ലും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടുന്ന സഭയെ കണ്ടു, 4-ലും 5-ലും ആരാധന കണ്ടു, 6-ലും 7-ലും ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന, ബാംഗ്ലൂർ നിൽക്കുന്ന, കർണാടകത്തിൽ നിൽക്കുന്ന, കേരളത്തിൽ നിൽക്കുന്ന, ഇന്ത്യയിൽ നിൽക്കുന്ന സത്യാരാധനയ്ക്കെതിരെ നിൽക്കുന്ന, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ പോരിനെ നീ പകൽ കാണണം. വെളിപ്പാടുകളുടെ തലം തുറക്കണമെങ്കിൽ എതിരായി നിൽക്കുന്നവനെ നീ കാണണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാ എതിരായി നിൽക്കുന്നേ? ആരാ എതിരായി നിൽക്കുന്നേ? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഇന്ത്യയിലെ 33 കോടി ദേവന്മാരോ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അവനാണ് ശരിക്കും ആരാധിച്ച്. അവൻ ആരാധിച്ചാൽ ഉലകത്തിൽ ആരും ഇതുവരെ ആരാധിച്ചിട്ടില്ല. നമ്മളൊക്കെ 21 ഉള്ളപ്പോഴും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ആയിട്ട് ആരാധിക്കൂ. അവൻ എല്ലാ ദിവസവും 2 കൊണ്ട് അവൻ്റെ കാല് മറയ്ക്കും, 2 കൊണ്ട് അവൻ്റെ മുഖം മറയ്ക്കും. കാരണം ആരാധന സ്വീകരിക്കുന്നവനെ നോക്കാനുള്ള പ്രാഗൽഭ്യം അവനില്ല. അവൻ്റെ കാല് മറയ്ക്കും, മുഖം മറയ്ക്കും. 2 കൊണ്ട് പറക്കും. 2 പറക്കുമ്പോൾ ഉലകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിരിക്കുന്ന മുഴുവൻ സംഗീതോപകരണങ്ങൾ, ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന സംഗീതോപകരണങ്ങൾ, ഒന്നുകൂടെ ഞാൻ ആ പദം പറയുന്നു, ഇതുവരെ കണ്ടുപിടിച്ച മുഴുവൻ സംഗീതോപകരണങ്ങളും ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന സംഗീതോപകരണങ്ങൾ ഒന്നിച്ചൊരു സഭാകോളി വായിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് 2 ചിറക് പൊക്കി താക്കുമ്പോൾ ആ ചിറകിനകത്തെ സംവിധാനം അതാ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതിവിടുത്തെ അലൂമിനി സ്റ്റീലും കമ്പിയും ഒന്നും വെച്ചല്ല, നവരത്നങ്ങളാ. സ്തോത്രം. ആ ആരാധനയ്ക്കിടെ നിങ്ങളിപ്പോൾ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അവൻ ചുമ്മാ ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ, ഒരക്ഷരം പാപം പറഞ്ഞില്ല, ഒന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ഈ ആരാധനയെല്ലാം സ്വീകരിക്കുന്ന ആളിൻ്റെ കസാരയുടെ മുകളിൽ എൻ്റെ കസാര കൊണ്ട് വെക്കും. ഞാൻ ഈ മേഘോന്നതയുടെ മീതെ കയറും. ഞാൻ ഉത്തരഗിരിയായ സിയോനിലിരുന്ന് വാഴും എന്നൊക്കെ ചുമ്മാ ആരാധനയ്ക്ക് നമുക്ക് എന്തെല്ലാം ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ന്യൂസിലൻഡിൽ പോയിട്ട് വന്നവരില്ലേ? അമേരിക്കയിൽ പോയി വന്നവരില്ലേ? OPC പോയി വന്നവരില്ലേ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. അവിടെ ഇപ്പം എന്തോ ആയി കാണുമെന്ന് ഓർത്തിരിക്കുന്നത്. ചിന്തിക്കുന്നതിന് ഇപ്പോൾ ആർക്കാ കുഴപ്പം? ചിന്തിക്കുന്ന വലിയ പാപം വല്ലതും ആണോ? സ്തോത്രം. ഇവൻ ചിന്തിക്കുകയും ആരാധന സ്വീകരിക്കുന്ന ഒറ്റ വെട്ടും കൂടാ. ഓ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇത് ആരാധനയ്ക്കിടെ സംഭവിച്ച കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കിടയിൽ ഒരു ചിന്തയും
വിസ്താരമൊന്നുമില്ല കേട്ടോ, വിസ്താരമൊന്നുമില്ല. ഒറ്റ വെട്ടേറ്റവൻ നേരെ വന്ന് പതിച്ചത് ഭൂമിയിലാണ്. അവൻ്റെ സ്പർശനം ഭൂമിയിലേറ്റപ്പോൾ ഈ ഭൂമി പാർപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഭൂമി, അവരല്ലേ പറഞ്ഞേ? എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? ആ ഭൂമി ആ വീഴ്ചയിൽ പാഴായിപ്പോയി. നിങ്ങൾ ചുമ്മാ ഇരിക്കല്ലേ, ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ സ്പർശനമേറ്റാൽ ഉള്ളത് പലതും പാഴായിപ്പോവും. അതിന് സമയമൊന്നും വേണ്ട, ഒറ്റ നിമിഷം കൊണ്ട് പാഴായി, ശൂന്യമായി. ഈ അഖിലാണ്ടം മുഴുവൻ പാഴാകാനും ശൂന്യമാകാനും വർഷങ്ങൾ എടുത്തില്ല. വെട്ടേറ്റവൻ വീണു, അത് പാഴും ശൂന്യമായി. എൻ്റെ കൂടെയാണോ? സ്തോത്രം. പാഴും ശൂന്യവുമായത് പോട്ട്, അതങ്ങ് താണുപോയി. മീതെ വെള്ളം വന്ന് മൂടി. അത് സഹിക്കാം. മൊത്തം ഇരുട്ടായിപ്പോയി, മൊത്തം ഇരുട്ടായിപ്പോയി. ഇനി രമ്മ പോയാലും അറിയത്തില്ല, 1 പോയാലും അറിയത്തില്ല, 9 പോയാലും. കാരണം മൊത്തം എന്തായി? ഇരുട്ടായി. മനസ്സിലാകുന്നുണ്ടോ? അവനെ നീ ഇങ്ങനെ തമാശയായിട്ട് കാണല്ലേ. അവരൊരു വീട്ടിൽ കയറിയ പാഴാക്കും, ഒരു വ്യക്തിയിൽ കയറിയ പാഴാക്കും, ഒരു കമ്പനി കയറിയ പാഴാക്കും, ഒരു കുടുംബജീവിതത്തിൽ കയറിയ പാഴാക്കും. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ പാഴാക്കിയ പലതിനെ നീ ഇന്ന് പോലെ ആത്മാവി തിരിച്ചു പിടിക്കണം. സന്തോഷമുള്ളവർ ആരാധിക്കണം, ആരാധിച്ച് തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. നിന്നെ മടിപ്പിക്കുന്ന, നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ ഞെരുക്കുന്ന, നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ നീ ഇന്ന് പകൽ ആത്മാവിന്റെ കരുത്തോടെ ജയം പ്രാപിക്കണം. ഓ രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം. അവൻ വെട്ടേറ്റു, അവൻ വീണു, അവൻ വീണ മുഴുവൻ പാഴായി, ശൂന്യമായി, താണുപോയി, ഇരുട്ടുണ്ടായി, വെള്ളം മൂടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉയർത്താനുള്ള ഏക മാർഗം, ഏതിൻ്റെ മേൽ അത് വീണ് പാഴായോ, പാഴിൻ്റെ മീതെ ആത്മാവ് പരിവർത്തിക്കണം. പാസ്റ്റർമാര് മാറി മാറി വന്ന് 21 ദിവസം പ്രസംഗിച്ചാൽ ഒന്നും കെട്ടഴിയത്തില്ല. അവർ വന്നല്ല ആ പ്രസംഗം പ്രസംഗിച്ച് ആഹാരം കഴിച്ച് വണ്ടിക്കൂലി മേടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വിളിക്കാതിരിക്കല്ലേ, ഞങ്ങൾക്ക് പ്രോഗ്രാം വേണമല്ലോ. ഹലോ, നിന്റെ പ്രാർത്ഥന കുറെ പേർക്ക് പ്രോഗ്രാം കൊടുക്കുന്ന പണിയായി മാറല്ലേ. എൻ്റെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്തൊക്കെ വരുത്തി? ആര്? ആരാധിച്ചവൻ. ആരാധിച്ചവൻ പാഴായി, ശൂന്യമായി, താണുപോയി, വെള്ളം മൂടി, ഇരുട്ടായി. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം കൂടെ പരിഹരിക്കാൻ മീതെ ഇന്ന് പകൽ ആത്മാവ് പരിവർത്തിച്ചാൽ ഉയർന്നു വരാത്തതൊന്നുമില്ല. ആത്മാവ് പരിവർത്തിച്ചാൽ വീണ്ടും അതിനെ പുനഃസൃഷ്ടിക്കും. നിന്റെ കുടുംബത്തെ പുനഃസൃഷ്ടിക്കുന്ന,
നിന്റെ തലമുറയെ പുനർസൃഷ്ടിക്കുന്ന, നിന്റെ അഭിഷേകത്തെ പുനർസൃഷ്ടിക്കുന്ന. ഓ റബ ശബ്ദ റബലമന രദരജന. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ആഴത്തിൽ ചില പോരുകൾ അഴിയട്ടെ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. 8 മുതൽ 18 വരെയുള്ള അധ്യായത്തിൽ ഇനി മേലാൽ സംഭവിപ്പാനുള്ളത് എന്തെന്ന് യോഹന്നാനെ കാണിച്ചു. 1 യേശുവിനെ കണ്ടു, 2 യേശുവിൻ്റെ സഭ കണ്ടു, 3 യേശുവിൻ്റെ സന്നിധിയിലുള്ള ആരാധന കണ്ടു, 4 യേശുവിൻ്റെ സഭയ്ക്കെതിരായി നിൽക്കുന്ന പ്രതിയോഗിയെ കണ്ടു, 5 8 മുതൽ 18 വരെയുള്ള അധ്യായത്തിൽ ഇനി മേലാൽ എന്താണ് സംഭവിപ്പാനുള്ളതെന്ന് കണ്ടു. 19ഉം 20ഉം അധ്യായത്തിൽ സഭയുടെ നിത്യത കണ്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ മണവാട്ടി സഭയെ കണ്ടു. ഈ ഉപവാസത്തിൽ മണവാട്ടി സഭയെ നീ കാണണം. ആ മണവാട്ടി സഭയ്ക്കകത്ത് നീ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. മണവാട്ടി സഭയ്ക്കകത്ത് ഞാൻ ഉണ്ടെന്ന് ഉറപ്പുള്ളവര് പ്രാഗൽഭ്യത്തോടെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 8 മുതൽ 18 വരെയുള്ള അധ്യായത്തിലെ പോരിലും മണവാട്ടിയെ ഉപദ്രവിച്ചെങ്കിലും മണവാട്ടി കൈവിട്ടു പോയില്ല. എൻ്റെ വിഷയമല്ലല്ലോ, സാറ് പിന്നെ അത് എടുത്തോളൂ. 20ഉം 21ഉം 22ഉം അധ്യായത്തിൽ നിത്യത കണ്ട്. നിത്യത, ഈ ഉപവാസത്തിൽ നിത്യത നീ കാണണം. നിന്റെ ആരാധന മുഴുവൻ നിത്യത കണ്ടുകൊണ്ടായിരിക്കണം. നല്ലൊരു സ്തോത്രം പറയണം. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ 3000 പേര് രക്ഷിക്കപ്പെട്ടത് എങ്ങനെ? പെന്തക്കോസ്ത് നാളിൽ പള്ളിയിൽ പെരുന്നാളിന് വന്ന, പെന്തക്കോസ്ത് പെരുന്നാളിന് വന്ന 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനുണ്ടായ കാര്യം എന്താ? പരിശുദ്ധാത്മാവിലെ ആരാധനയുടെ ശബ്ദം ബഹുദൂരത്തോളം എത്തി. സ്തോത്രം. എത്ര പേരുടെ ആരാധന? എത്ര പേരുടെ ആരാധന? വെറും 120 പേരുടെ ആരാധന. ഇവിടുത്തെ കൂട്ടുള്ള ആളൊന്നും ഇല്ലായിരുന്നു. വെറും 120 പേരുടെ ആരാധനയുടെ ശബ്ദം അവിടെ കേൾക്കുമ്പോൾ അവിടെ നല്ല ഒന്നാന്തരം വെടിക്കെട്ടും ആനയും അമ്പാരിയും അൽക്കിട്ടക്കൊടയും റാസയും പ്രൈസ് ദി ലോർഡ് ഉരുളികമത്തും എല്ലാം. പെന്തക്കോസ്ത് പെരുന്നാളല്ലേ, ചെറിയ പരിപാടിയാണ്. ഈ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൂരപ്പറമ്പ് പോലെ വെടിക്കെട്ടും പരിപാടി നടക്കുക പെന്തക്കോസ്ത് പെരുന്നാളിന്. കാരണം ജനം പോകല്ലേ, ജനത്തിന് ഒരു 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 മുഷു വരല്ലേ.
അതിനൊരിടത്ത് ബാല, ഒരിടത്ത് നാടകം, ഒരിടത്ത് ഗാനമേള, സ്തോത്രം, ഇതെല്ലാം നടക്കുക. അതിനെയൊക്കെ വെല്ലുന്നൊരു ശബ്ദം, വെടിക്കെട്ടിനെ വെല്ലുന്നൊരു ശബ്ദം 120 പേരുടെ വായിൽ നിന്ന് അങ്ങോട്ട് വന്നു. ശ്രദ്ധിച്ചേ, അവിടെ 5000 വാട്സിന്റെ സിസ്റ്റം ഇല്ലായിരുന്നു. മർക്കോസിന്റെ മാളിക മുറിയിൽ 5000 വാട്സിന്റെ സിസ്റ്റം ഇല്ലായിരുന്നു. ഡൈനാടെക്കിന്റെ ഫീഡ്ബാക്ക് ഇല്ലായിരുന്നു. ഒരു സ്റ്റാൻഡ് 3 ഓർഗൻ നേരെ, 2 സൈഡിൽ ഈ 2 ഓർഗൻ വേറെ, 4 3 7 ഓർഗൻ, 7 കൂടെ പുള്ളി കറങ്ങി അടിക്കുക ഇല്ലായിരുന്നു. ഒരു ചെറുക്കം മുടിയെല്ലാം കൂടെ വളർത്തി 16 കീറിയ പാൻറ് വിട്ടിട്ട് ഡ്രം സെറ്റ് കറങ്ങി അടിക്കുക. ഇല്ലായിരുന്നു. വെറും 120 പേരുടെ കയ്യടിയും ആരാധനയും. ആരാധന വെളിപ്പെട്ടാൽ ബാംഗ്ലൂർ പട്ടണം എവിടെ വരും? വിശ്വസിക്കുന്നവൻ ആരാധിക്കണം. ഇന്ന് പകൽ ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടാൽ ഈ പട്ടണത്തിനകത്ത് ദുഷ്ടപിശാച് തടഞ്ഞു വെച്ചിരിക്കുന്ന, പാരമ്പര്യ ശക്തികൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ജനം ഒഴുകും, ജനം ഒഴുകും. ഇവരെല്ലാം കൂടെ ഓടിക്കൂടി 3000 പേരൊന്നും അല്ല വന്നത് 3000 പേരാണ് സ്നാനപ്പെട്ട്. യോഗത്തിന് വന്ന 3000 പേരല്ല, അവിടെ കൂടിയ ബഹുഭൂരിപക്ഷം പേരും വന്നു. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ ഒരാഴ്ചയായിട്ട് പെന്തക്കോസ്ത് വരുന്ന ആളാ. വെടിക്കെട്ടി പങ്കെടുത്തു, റാസെ പങ്കെടുത്തു, കൊട ചുമക്കാൻ പങ്കെടുത്തു, ആന എഴുന്നള്ളിച്ചു, അമ്പാരി ഉണ്ടായിരുന്നു. സന്തോഷമില്ലായിരുന്നു. നിങ്ങൾക്കിതൊന്നും ഇല്ലെങ്കിലും സന്തോഷമുണ്ടല്ലോ. നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആരാധന വെളിപ്പെട്ടാൽ സന്തോഷമുണ്ട്. ഇന്ന് പകൽ സന്തോഷമുള്ള ആരാധന വെളിപ്പെടണം. അഭിഷേകം യഥാർത്ഥമായി വെളിപ്പെട്ടാൽ ആരാധനയിൽ ഒരു സന്തോഷമുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. ബെന്തിക്കോസുകാരായ നമ്മുടെ ചിരി കാണാൻ കർത്താവിന് കൊതിയായി തുടങ്ങിയിട്ടുണ്ട്. ചോദിച്ച എല്ലാം തന്നു. ആരോഗ്യം തന്നു, സൗന്ദര്യം തന്നു, സൗഖ്യം തന്നു, വീട് തന്നു, കാറ് തന്നു, ജോലി തന്നു, പിള്ളേർക്കെല്ലാം നല്ല സാഹചര്യങ്ങൾ കൊടുത്തു. നമ്മുടെ കയ്യിലുണ്ടാകുന്ന സന്തോഷവും പോയി. സ്തോത്രം. പക്ഷെ ബെന്തക്കോസിന്റെ ശക്തി പ്രാപിച്ചോ കാരാഗ്രഹത്തിൽ കിടക്കുക, പുതപ്പില്ല, കഴിക്കാൻ ആഹാരമില്ല, എഴുതാൻ പേപ്പറില്ല, എഴുത്തുകോല് കയ്യിലില്ല, ചർമ്മലിഖിതമില്ല. പക്ഷെ സന്തോഷം പോയില്ല. പുതപ്പ് പോയി, സന്തോഷം പോയില്ല. ചർമ്മലിഖിതം പോയി, സന്തോഷം പോയില്ല. ഇന്ന് പകൽക്കാല സഭയ്ക്കകത്ത് സന്തോഷം വെളിപ്പെടണം. ഇവിടെ ആരാധിക്കാൻ വരുന്നവൻ നിന്റെ അകത്തെ ആത്മീയ സന്തോഷം കാണുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന എല്ലാ ലോകത്തിന്റെ പോരുകളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറ.
അപ്പൊ ഈ 120 പേരുടെ അടുക്കല് സിസ്റ്റം ഇല്ലായിരുന്നു, സംഗീത സംവിധാനം ഇല്ലായിരുന്നു, വർഷിപ്പ് ലീഡർ ഇല്ലായിരുന്നു, ഗസ്റ്റ് പാസ്റ്റർ പ്രസംഗിക്കാനില്ലായിരുന്നു, ദൂത് പറയാൻ ആരുമില്ല. 120 പേര് പ്രാർത്ഥനയിൽ വെളിപ്പെട്ട അഭിഷേകം, അഭിഷേകത്തിൽ വെളിപ്പെട്ട ആരാധന മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ആയിരങ്ങൾ ഇങ്ങോട്ട് ഒഴുക്കി. പത്രോസിന്റെ നേതൃത്വത്തിൽ യോഹന്നാന്റെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാട്ടുകാരുടെ പാട്ടും ബാക്കി സമയത്ത് പ്രസംഗത്തിന്റെ റെക്കോർഡിങ്ങും വെച്ച് വണ്ടിയുടെ 2 സൈഡിൽ ഫ്ലെക്സ് കെട്ടി മുന്നിലും പുറകിലും ബോക്സ് വെച്ച് ബാംഗ്ലൂർ പട്ടണത്തിൽ മൊത്തം അനൗൺസ് ചെയ്താൽ 3000 പേര് കയറി വരത്തില്ല. സ്തോത്രം. ഇവിടെ യോഹന്നാൻ അനൗൺസ്മെന്റ് ചെയ്തില്ല, പത്രോസ് റെക്കോർഡ് ചെയ്തില്ല, കാറിന്റെ സൈഡിൽ ഫ്ലെക്സ് കെട്ടിയില്ല, മുന്നിലും പുറകിലും ബോക്സ് വെച്ചില്ല, നിങ്ങളൊട്ട് മിണ്ടുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലാതെ 3000 പേര് ഓടി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കായികമായ ഒരു പരിപാടിയും വേണ്ട, നിന്റെ ബുദ്ധിക്കകത്തെ ഒരു പരിപാടി വേണ്ട. യഥാർത്ഥ ആരാധന വെളിപ്പെട്ടാൽ, യഥാർത്ഥ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടാൽ, യഥാർത്ഥ അഭിഷേക ശക്തി വെളിപ്പെട്ടാൽ ഉയരട്ടെ, ഉയരട്ടെ. ആത്മാവിന്റെ ചൈതന്യമുള്ള ആരാധന, അകത്തളങ്ങളിൽ സന്തോഷമുള്ള ആരാധന. ഓ, ശത്രു ഒതുക്കി വച്ചിരിക്കുന്ന ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടു വരുവാൻ എല്ലാവരും അഭിഷേകത്തിൽ അന്യഭാഷയിൽ നന്നായി നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത്. ഓ, തടഞ്ഞു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, മതശക്തികൾ, പൗരോഹിത്യ ശക്തികൾ നിന്റെ ആരാധനയിൽ പൊട്ടിമാറുവാൻ. ഓ, രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. ഓ, രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. യേശുവിൻ രക്തത്താൽ, യേശുവിൻ രക്തത്താൽ, യേശുവിൻ രക്തത്താൽ, യേശുവിൻ രക്തത്താൽ, യേശുവിൻ രക്തത്താൽ. ഓ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ദിബാ രബാ രഗാ ധരാ ജനാ രബാ രബ ശബ്ദ രാധ രാജ വൈഡ വേദ. ബേഥേലിലെ ആരാധന, ബേഥേലിലെ ആരാധന. ഓ, അതിന്റെ ഘോഷം ഉയരട്ടെ. ധീകാരമാന ധീരാധാരാധാര വൈഡാര ബാബാ റികാലമാന ബാബാ ബാബാ. രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. Praise the Lord. Praise the Lord. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. സ്തോത്രം. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് 120 പേരും അത് കണ്ടു. 120 പേരുടെ മേൽ പതിഞ്ഞു, വീട് മുഴുവൻ നിറച്ചു. എല്ലാവരും ആ നാക്ക് കണ്ടു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്ത പ്രൈസ് ദി ലോർഡ് ഭാഷയിൽ അവർ ഓരോരുത്തര് സംസാരിച്ചു. ഇപ്പം വെളിയിൽ നിൽക്കുന്നവരുടെ പ്രശ്നം, ഞങ്ങളുടെ ഭാഷയിൽ
പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവരിപ്പോൾ സംസാരിക്കുന്നത്. അതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, ഭാഷ സംസാരിക്കുന്നവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ഈ കഴിഞ്ഞ 50 ദിവസമായി ഇവരുടെ മുഖത്ത് ജീവനില്ലായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് വരണം. കാരണം ലീഡറിനെ മൃഗീയമായി അടിച്ച് ക്രൂശി ഓപ്പിച്ച് കൊന്ന് കുഴിച്ചുമൂടി. സ്തോത്രം. ആ കൊന്ന പുള്ളികൾ ഇവന്മാരെ കൊല്ലാൻ വേണ്ടി നടക്കുക. അതുകൊണ്ട് ഒറ്റ ഒരുത്തൻ്റെ മുഖത്ത് എന്തില്ല. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ അവരുടെ ഇരുന്ന നേരം. പക്ഷേ സ്വർഗാരോഹണ ശേഷമുള്ള 10ാമത്തെ ദിവസം പ്രാർത്ഥനാമുറിയിൽ ഇറങ്ങിയ ദൈവശക്തി ഒന്നാമത് ചെയ്തവരുടെ ഭയം മാറ്റി. സ്തോത്രം. ഏത് മിടുക്കനെ മിന്ന നിന്നുകൊണ്ട് നിങ്ങളെ ക്രൂശിച്ച് കൊന്ന യേശു തന്നെ ദൈവമെന്ന് പ്രസംഗിക്കാനുള്ള ആ ശക്തി അവർ പ്രാപിച്ചു. ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ ഒന്നാമത്തെ ഗുണം ഭയം മാറും. ഇന്ന് രാവിലെ പേടിക്കുന്നവന്റെ ആരാധനയല്ല, ഭയപ്പെടുന്നവന്റെ ആരാധനയല്ല. നീ എന്തിനെയൊക്കെ ഭയപ്പെടുന്നെങ്കിൽ, രോഗത്തെയോ പാപത്തെയോ ശാപത്തെയോ ഹല്ലേലൂയ കടഭാരത്തെയോ എന്തിനെയൊക്കെ ഭയപ്പെടുന്നോ, ആ ഭയത്തിന്റെ പോരിനെ ഇന്ന് പോലെ അഭിഷേകത്താൽ ഒന്ന് അഴിച്ച് നിന്റെ മുഖത്തെ ഭയം മാറട്ടെ, അകത്തെ ഭയം മാറട്ടെ, അകത്തെ ഭയം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. ഹല്ലേലൂയ. ഭയം മാറിയ മുഖത്ത് സന്തോഷമുണ്ടായി. സന്തോഷമുണ്ടായപ്പോൾ 3 മാസം മുമ്പേ എന്നെ വിളിച്ചിട്ട് പി സി ചെറിയാൻ പാസ്റ്റർ ഞങ്ങളുടെ നവംബർ മാസം ഒടുവിലത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം എന്നും പറഞ്ഞ് ബുക്ക് ചെയ്ത് ഞാൻ അന്ന് തൊട്ട് കുത്തിയിരുന്ന് ഞാനിവിടെ പല പ്രാവശ്യം വന്നല്ലോ, ഏതൊക്കെ പ്രസംഗിച്ചു എന്നെല്ലാം നോക്കി ഒരു പുതിയ പ്രസംഗം തയ്യാറാക്കി വരുന്നത് പോലെ പത്രോസ് എഴുതി കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കിയില്ല. സ്വോത്രം. നിങ്ങൾ സ്വോത്രം പറഞ്ഞ് നമ്മൾ ഇവരുടെ എന്തെല്ലാം പങ്കപ്പാട് കഴിച്ചാ വരുന്നത്. പത്രോസ് എഴുന്നേക്കാൻ നേരത്തെ യാക്കോബേ യോഹന്നാനെ എഴുന്നേക്കാൻ പോവാ, കുഴപ്പമൊന്നും വരാതെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്തോണം. സ്തോത്രം. ഇടയ്ക്ക് ഫാനിന്റെ കാറ്റുകൊണ്ട് കുറുപ്പ് പറന്നു പോയാൽ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞില്ല. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് മുറിക്കകത്തെ പ്രസംഗമല്ല, പുരുഷാരത്തോട് പ്രസംഗിക്കാൻ പോവാ. ക്രൂസൈഡിന് വരുന്നതിനെക്കാട്ടിൽ ആള് കൂടിയേക്കുവാ. ഈ 120 പേരോടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വിടാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് 14 ലേഖനം എഴുതി. പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ലൂക്കോസ് 2 എഴുതി. അങ്ങനെ 21 14 2 16 അവർ 2 കൂടെ എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു അരമണിക്കൂർ തട്ടാം. അരമണിക്കൂർ പോയി കിട്ടണമല്ലോ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ ഷോയൊന്നുമില്ല, ഒരു ഷോയും ഇല്ല. പിന്നെ റാന്നിയിൽ അത് നടന്നായിരുന്നു, കോന്നിൽ ഇത് നടന്നായിരുന്നു, ഇവിടെ ഒന്നും നടന്നുമില്ല. എടാ ബഥേലി വന്ന റാന്നിയിലെയും കോന്നിലെയും കാര്യം കൊണ്ട് എന്നെ സാധിക്കാൻ ഇവിടെ നടക്കണ്ടേ? അവിടെ ആന വരേണ്ടതോ ഇവിടെ കോടാലി ഊരിയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടക്കണമല്ലോ. ഇവിടെ നടക്കുന്നില്ല, നീ മിണ്ടാതിരിക്കുന്നല്ലേ നല്ലേ? എടാ ബഥേലിൽ അത്ഭുതം നടക്കണം. നിന്റെ ശുശ്രൂഷയിൽ ഇവിടെ സൗഖ്യം നടക്കണം. ഇവിടെ ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. ഇവിടെ ബന്ധനങ്ങൾ അഴിയണം. ഏറ്റെടുക്കുന്നവർ ഈ പകൽ മൗനമായിരിക്കരുത്. ശുശ്രൂഷ ഇവിടെ വെളിപ്പെട്ടാൽ രക്തത്താലെ ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രസംഗം. അന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ബാക്കിയുള്ളവർ തിരിച്ചു പെരുന്നാളിന് പോയി. അവിടെ 3000 പേരെ വന്നോളം തെറ്റിദ്ധരിക്കല്ലേ. വന്നതിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട് അവരെല്ലാം സ്നാനപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടായിരുന്നു. നമ്മളിപ്പോൾ 21 തീരുക, അതുകൊണ്ട് സ്നാനപ്പെടാനുള്ളവരെല്ലാം വന്ന് സ്നാനപ്പെടാൻ പറഞ്ഞിട്ട് മുക്കുന്നൊരു സിസ്റ്റമുണ്ട്. അന്നേരം പിള്ളേരെ എല്ലാം കൂടെ പിടിച്ചെന്ത് ചെയ്യും? പാറ എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാതെ. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മ പറഞ്ഞു, ഇപ്പോഴാവുമ്പോൾ പാർസെ പിടിച്ചാൽ കിട്ടും. ഇവൻ ബാംഗ്ലൂരിലോ പൂനെയിലോ വല്ലതും പോയാൽ പിന്നെ ഇവനെ പിടിച്ചാൽ, അതുകൊണ്ട് ഇപ്പൊ പിടിച്ചാൽ കിട്ടുമ്പോൾ മുക്കിയേക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, പിടിച്ചാൽ കിട്ടുമ്പോൾ മുക്കുന്ന പരിപാടിയല്ല സ്നാനം. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇവിടുത്തെ +2 കഴിഞ്ഞ് കൊച്ച് ബാംഗ്ലൂരിൽ പോവുക. പോയി കഴിഞ്ഞാൽ കല്ലട ബസ്സേ പോകുന്നതും വരുന്നതും ഒക്കെ വേറൊരു രീതിയിലുള്ള. അതുകൊണ്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് മുക്കി വിട്ടേക്കാവെന്നും പറഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ നിർബന്ധത്തിന് മുക്കുന്ന പരിപാടിയല്ല. ആത്മാവ് പ്രാപിച്ചവൻ പ്രസംഗിച്ചു. പ്രസംഗിക്കാൻ വേണ്ടി 10 ദിവസം പ്രാർത്ഥിച്ചു. 240 മണിക്കൂർ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ഒറ്റ പ്രസംഗം. ഒറ്റ പ്രസംഗത്തിൽ 3000 കെട്ടഴിഞ്ഞു. ഇന്ന് പകൽ നിനക്ക് ദൈവകൃപയിൽ വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാരമ്പര്യ പൈശാചിക കെട്ടുകൾ നിന്നെ വിട്ട് അഴിഞ്ഞു മാറണമെങ്കിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ ഇന്ന് പകൽ ഒതുക്കി വച്ചിരിക്കുന്ന ആ അഭിഷേകം ഒന്ന് പൊട്ടി പുറത്തേക്ക് ഒഴുകി വരുവാൻ. അഭിഷേകം ഒന്ന് ഒഴുകട്ടെ, അഭിഷേകം ഒന്ന് ഒഴുകട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഹാഗാറെ ഇരിക്കുന്നയിടത്ത് ദൈവം പറഞ്ഞത്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ നിനക്ക് നിന്റെ കൊച്ചിനും വേണ്ടി ഒരു ഉറവ തുറക്കുന്നു എന്നാണോ പറഞ്ഞേ? ആണോ? അല്ല, പിന്നെന്തോ പറഞ്ഞേ? ഞാൻ തുറന്നിട്ടേക്കുന്നത് കാണാൻ ദൈവം ഇതിൻ്റെ കണ്ണും തുറക്കും. നീ യോഗത്തിൽ വന്നപ്പോൾ ആദ്യം ഉറക്കത്തിൽ ഇങ്ങനെ പകുതി കണ്ണും പിടിച്ച് പ്രസംഗകനെ അങ്ങോട്ട് തലയാട്ടി വിളിച്ച് ഒരു പരുവത്തി ഇരിക്കാതെ നീ ആ കണ്ണും തുറക്കും. 9 ദിവസമൊക്കെ ആകുമ്പോൾ പകുതി ഉറക്കും. അതെങ്ങനെ പാസ് കണ്ടെന്നാ? ഇതെല്ലാം കാണാം. അച്ഛൻ്റെ കണ്ണിനുള്ള കാഴ്ചക്കുറവ്, എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവില്ല. നല്ല കൈയടിച്ചല്ലേ പറയണം. എനിക്ക് ഈ കമ്പിവേലി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വരാനും ഒക്കത്തില്ല. അപ്പം നീ ഒരു പകുതി അടച്ചു വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കാതെ ശ്രദ്ധിച്ചേ. നിന്റെ മുന്നിൽ തുറന്നു വെച്ചേക്കുക. തമ്പുരാൻ പറഞ്ഞ് ചുമ്മാ മോങ്ങിക്കൊണ്ടിരിക്കാതെ, കൊച്ചിനെ കൊണ്ട് കുറ്റിക്കാട്ടിയിട്ട് വെച്ചുകൊണ്ട് മാറി ചുമ്മാ മോങ്ങിക്കൊണ്ടിരിക്കാതെ കണ്ണും തുറക്കുക. പക്ഷെ ഇവളവിടെ വന്നപ്പോഴേ ഉറവ് തുറന്നിട്ടേക്കുക. പക്ഷെ ഇവിടെ കണ്ണം തീയിട്ടില്ല. പറഞ്ഞ എല്ലാവരും, നീ കൃപയെ വന്നപ്പോഴേ തുറന്നേക്കുക. നീ ആ യഥാർത്ഥ തീരുമാനമെടുത്തപ്പോഴേ തുറന്നേക്കുക. നീയും നിന്റെ സന്തതി നശിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്നവരെ വിശ്വസിക്കുന്നവരെ ആരാധിക്കണം. നിന്റെ പാതി മയക്കോ പാതി ഉറക്കോ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്റെ അകക്കണ്ണത് തുറക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സഹോദരിയാണ് ഹാഗാർ. എന്നാന്ന് ചോദിച്ചാൽ അവൾ ഇതിനൊന്നും അർഹയല്ല. അവളൊരു ആഫ്രിക്കക്കാരി പെണ്ണ, ഒരു മിസ്രൈമ്യ സ്ത്രീയ.
സ്തോത്രം. അവളിവിടെ വരണ്ടിയിട്ട് വന്നതൊന്നുമല്ല. ഈ യജമാനും യജമാനത്തി ചില ക്ഷാമം വന്നപ്പോൾ അങ്ങോട്ടൊന്ന് പോയതാ വിസിറ്റിങ്ങിന്. ചെന്നപ്പോൾ ഈ കൊച്ചിനെ കണ്ടവൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ ജോലി തരാം, വീട്ടിൽ നിന്നോളാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോന്ന. അങ്ങനെ ഇവർ അവിടെ പോയത് കൊണ്ട് കയറി വന്നൊരു കൊച്ചാ. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. സ്വന്തം ഗർഭപാത്രം യജമാനത്തിൻ്റെ ഇഷ്ടത്തിന് ആരാണ്ട പിള്ളേരെ പിറക്കാൻ വാടകയ്ക്ക് കൊടുത്തൊരു പെണ്ണും പിള്ളയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല എൻ്റെ വയറ്റിൽ അബ്രഹാമിൻ്റെ കുഞ്ഞുണ്ടാകണമെന്ന്. പറ, ആഗ്രഹിച്ചോ? ഇവിടെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവൾ യജമാനെ യജമാനായിട്ടാണ് കണ്ടേ, യജമാനത്തിയെ യജമാനത്തിയായിട്ടാണ് കണ്ടേ. ഈ യജമാനത്തി ഒരിക്കൽ പോലും ഇവിടെ ആ കുടുംബത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഞങ്ങളെ കുരിശുമൂട്ടിലെയാണ്, പിന്നെ കള്ളി കാളിയാങ്കൽ പകലോ മറ്റത്തിലെ അവിടുന്ന് ഞങ്ങളെ കുറവലങ്ങാട്ട് വന്ന് പിന്നെ ബാംഗ്ലൂർ വന്നാന്ന് പറയുന്നത് അതൊന്നും അവക്കില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. കുറവലങ്ങാട്ട് അല്ല, പകലോ മറ്റത്ത്. പ്രൈസലോ പ്രൈസലോ. പക്ഷെ സാറയുടെ മനസ്സിരിക്കുന്നത് ഞാൻ ഇപ്പോഴും പകലോ മറ്റത്തെ ആണെന്ന്. അതുകൊണ്ട് ഇവളെ ഹാഗാറെ എന്ന് അവൾ വിളിച്ചിട്ടില്ല. ഇവൾ വിളിച്ചപ്പോഴെല്ലാം ദാസി എന്ന് വിളിച്ച്. വേലക്കാരിയെ വെറും വേലക്കാരിയായി കണ്ട ആളാണ്. എൻ്റെ കൂടെ വരണം. സ്തോത്രം. പ്രൈസലോ. ഈ സാറാ ഹാഗാറെ എന്ന് വിളിച്ചില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കണ്ട. തമ്പുരാൻ കറക്റ്റ് വിളിച്ചു. ദാസിയെ, നിനക്കിവിടെ എന്നാ കാര്യമെന്നല്ല ചോദിച്ചേ. ഹാഗാറേ, എടാ ഇവിടെ നാട്ടുകാർ നിന്റെ പേര് വിളിച്ചില്ലേലും പ്രൈസ് ദി ലോർഡ്, സ്വർഗം നിന്റെ പേര് വിളിച്ചാൽ ഇന്ന് പകൽ നിന്റെ പേര് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കേ. ദൈവത്തിന്റെ സന്നിധി നിന്റെ പേരുണ്ടെങ്കിൽ ഓ രാബലമന ശബ്ദരാബന റൗഷരമന ഹല്ലേലൂയ. ഓ നീ പറ നിന്നോട് തന്നെ, എടാ ഇവിടെ ഒരിടത്തും എൻ്റെ പേരില്ലേലും എൻ്റെ അപ്പച്ചൻ്റെ സന്നിധിയിൽ എൻ്റെ പേരുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. പേര് വിളിച്ചു ചോദിച്ചു, നിനക്ക് എന്താ ഇവിടെ കാര്യം? അതെന്നെ ആട്ടി ഇറക്കി വിട്ടതാ. ഞാൻ പറഞ്ഞവരെ പോയി മര്യാദക്ക് ഒതുങ്ങിയിരിക്കും. അവിടെ പോയി കീഴ്പ്പെട്ടിരിക്കും. അവിടെ പോയി കീഴ്പ്പെട്ടിരിക്കാൻ പറഞ്ഞാൽ കർത്താവ് പറയുന്നത് വരെ കീഴ്പ്പെട്ടിരിക്കണം. നീ ഏത് പൂക്കോയിക്കലെ ജഡ്ജിയുടെ കൊച്ചുമോളാണെങ്കിലും കീഴ്പ്പെട്ടിരിക്കാൻ ദൈവം പറഞ്ഞാൽ സന്തോഷമുണ്ടല്ലേ ആരാധിക്കാവുള്ളൂ. നീ ആരാണെങ്കിലും കീഴ്പ്പെട്ടിരിക്കാൻ ദൈവം പറഞ്ഞാൽ നീ കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കുഞ്ഞുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ സാറയ്ക്കും കൊച്ചുണ്ടായി. സാറയ്ക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം പിള്ളേർ തമ്മിലും പ്രശ്നമായി. അപ്പോൾ സാറ പറഞ്ഞു കൊച്ചിനെ ഇറക്കി വിടണം. അപ്പോൾ അബ്രഹാമിന് സങ്കടം, എൻ്റെ കുഞ്ഞാണല്ലോ. അപ്പം ദൈവത്തോട് ചോദിക്കാൻ പോയി. ഹാഗാറിനൊക്കെ പോയപ്പോൾ ചോദിക്കാൻ പോയോ? ഇല്ല. ഇറക്കി വിടുന്ന വിഷയം വന്നപ്പോൾ ചോദിക്കാൻ പോയി. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എന്നോട് ചോദിക്കാതെ ഉണ്ടായല്ലേ, അവൾ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. അവൾ പറഞ്ഞുണ്ടായ കേസ് അവൾ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. തമ്പുരാൻ അറിയാതുള്ള ഒരു വിഷയത്തിലും നീ 41 ഇരുന്നാലും ഇടപെടത്തില്ല. നല്ല സ്വോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. നീ ഒരു 40 ഇരുന്നാലും തമ്പുരാൻ അറിയാതെ നീ ഉണ്ടാക്കിയ വിഷയത്തിനൊന്നും തമ്പുരാൻ കയറി വീഴത്തില്ല. തമ്പുരാൻ പറഞ്ഞ അതൊക്കെ സാറാ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. സ്തോത്രം. ഈ അബ്രഹാമാരാ മഹാമനസ്കൻ. എല്ലാവരും പറഞ്ഞേ മഹാമനസ്കൻ, അതിഥി സൽക്കാര പ്രിയൻ. വഴിയെ പോകുന്നതിനെ വിളിച്ച് ചോറ് കൊടുത്തു വിടും.
എന്തോ സ്നേഹം. ചുമ്മാ എത്തി കുത്തി നോക്കുമ്പോൾ വഴിയെ പോകുന്ന 3 പേരെ കണ്ടാൽ പറയും വാ കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ മിണ്ടുന്നില്ല. ഗസ്റ്റായിട്ട് വരുമൊന്നും വേണ്ടത്, വഴിയെ പോയാൽ വിളിച്ചു കയറ്റി ആഹാരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. 318 പേർക്ക് വീട്ടിൽ തന്നെ വലിയ ടെൻ്റ് അടിച്ച് പട്ടാള ക്യാമ്പിനകത്ത് ആഹാരം കൊടുക്കുക. അവരെ ജനിപ്പിച്ച അപ്പനന്മാർക്ക് വേറൊരു ക്യാമ്പ്, പട്ടാള ക്യാമ്പ് വേറെ, അവർക്ക് വേറൊരു ക്യാമ്പ്, പേരൻസിനെ താമസിപ്പിക്കാൻ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ. ദാസീദാസന്മാർക്ക് വേറൊരു ക്യാമ്പ്. സ്തോത്രം. അതിൻ്റെ മൂലയ്ക്ക് എവിടെങ്കിലും ഈ പട്ടാള ക്യാമ്പിൻ്റെ അപ്പുറത്ത്, പേരൻസിൻ്റെ അപ്പുറത്ത്, ദാസീദാസന്മാരുടെ അപ്പുറത്ത് കണ്ണെത്താത്ത സ്ഥലം കിടക്കുകയല്ലേ. ഒരു ഷെട്ട് വെച്ച് താമസിച്ചോടി എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഇത്രയും മനസാക്ഷിയുള്ള പുള്ളിയാണല്ലോ. നമ്മൾ മിണ്ടുന്നില്ല. എന്നെ ശ്രദ്ധിച്ചേ. വഴിയെ പോകുന്നവരെ വരെ വിളിച്ചു കയറ്റി ആഹാരം കൊടുക്കുന്ന മഹാമനസ്കനായ ഈ മനുഷ്യന് അങ്ങ് പ്രാർത്ഥ നദി മുതൽ മഹാനദി വരെ സ്ഥലം കിടക്കുകയല്ലേ. ആ മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു ഷെട്ട് വെച്ച് നീയും കൊച്ചും കിടന്നോടി എന്ന് പറഞ്ഞാൽ പോരെ? പറ. കണ്ണി ചോരയുണ്ട ചെയ്യത്തില്ലേ? എല്ലാവരും അന്തരീക്ഷം കണ്ടു. സ്തോത്രം. എന്നാ പോട്ട് പോകുമ്പോൾ നീ എവിടെങ്കിലും പോയി 5 സെന്റ് മേടിച്ച് ജീവിച്ചോളാം പറഞ്ഞോളാം. 5 സെന്റ് സ്ഥലം കൊടുത്ത് വിടണ്ടേ? കാശ് കൊടുത്ത് വിടണ്ടേ? ഒരു തുരുത്തി വെള്ളവും ഏതാനും. സ്തോത്രം. ന്യായമായിട്ട് കോടതി പോയാൽ ഇവക്ക് നീതി കിട്ടും. ഞാൻ ആഗ്രഹിച്ചൊന്നുമല്ല. ഈ കൊച്ചു തൻ്റെയാണ്. എനിക്കിപ്പോൾ തൻ്റെ കൊച്ചിന് ജന്മം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ നോക്കുവോ, താൻ വളർത്തുവോ, താനും യജമാനത്തെയും കൂടെ കൂടി വളർത്തുവോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയം. ഞാൻ പോക്കിന് പോകാമെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാം? പോകാം. ഇല്ലേ, പോകുന്ന പോക്ക് നമ്മുടെ കോഫി ഡേക്കാരൻ കാണിച്ച പോലെ പാലത്തിൽ താഴോട്ട് ചാടി ഇവളും കൊച്ചും കൂടെ. കർണാടകക്കാർക്ക് മനസ്സിലാകാനാ കോഫി ഡേ പറഞ്ഞേ. റാന്നിലായിരുന്ന വേറെ ഞാൻ പറഞ്ഞേനെ. ഹലോ. ഇവളും കൊച്ചും കൂടെ പാലത്തിൽ നിന്ന് ചാടിയാ പോരെ? മിണ്ടുന്നില്ല. എടാ, അയക്ക് വേണ്ടാത്തന്നെ എനിക്കെന്തിനാ? മിണ്ടുന്നില്ല. നമ്മളിവിടെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോഴും അയക്ക് വേണ്ടാത്തന്നെ നമുക്ക് വേണ്ടല്ലോ. തൻ്റേതല്ലാത്ത കാരണത്താൽ ആയതുകൊണ്ട്. ഒമ്പതാമത്തെ പകൽ ക്രമീകരണം പ്രാപിച്ചോണം. നീ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നോണം. ആത്മാവ് ദൂതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റെടുക്കുന്നവരൊക്കെ നല്ല ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വല്ല പരാതി ഹാഗാർ പറഞ്ഞോ? ഇല്ല. അയൽ തന്ന വെള്ളം തീർന്നെങ്കിൽ അവിടെ കിടന്ന് ചാകട്ടെന്ന് പറഞ്ഞ് അവളിട്ടോ? സ്തോത്രം. മാറിയിരുന്ന് കരഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ, അയലിറക്കി വിടുന്നതിന് മുമ്പേ എപ്പോൾ അയൽ തന്ന വെള്ളം തീരുമോ, തീരുന്നിടത്ത് ഞാൻ ഉറവ് തുറന്നിട്ടുണ്ട്. തീരുന്നിടത്ത് മനുഷ്യൻ തന്നത് തീരുന്നിടത്ത് വറ്റാത്ത ഉറവ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇന്ന് വിശ്വസിക്കുന്നവർ ആരാധിക്കണം. മനുഷ്യൻ തന്നത് തീരുന്ന ഇടത്ത് അതിന്റെ എൻഡിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഓ രക്തത്താലെ ജയം 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 ജയം. കുഞ്ഞെ, ഞാൻ പ്രശ്നം പരിഹരിച്ചിട്ടേക്കുക. ഞാൻ പരിഹരിച്ച വിഷയം കാണാൻ നീ ആ കണ്ണും തുറന്നാൽ മതി. നീ ഇപ്പോഴും ആ തുരുത്തിക്കകത്ത് നോക്കിക്കൊണ്ടിരിക്കുക, അതിനകത്ത് വെള്ളമുണ്ടോ? ഹലോ. ഇപ്പോൾ ഈ ഉറവയല്ല നോക്കുന്നേ, പുള്ളിക്കാരൻ ആ തുരുത്തിക്കകത്ത് ഇനിയും വല്ലോ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ആ അടയുണ്ടായിരുന്ന പേപ്പർ പിന്നെ അഴിക്കും,
പിന്നെയും മടക്കും, പിന്നെയും അടിക്കും, പിന്നെയും മടക്കും, തുരുത്തി പിന്നെയും കുലുക്കും, ഇങ്ങനെ കുലുക്കി നോക്കും. അത് തീർന്നെത്രയോ സമയമായി. എടാ, നീ ആ മനുഷ്യൻ്റെ അന്ന് കള ഞാൻ തുറന്നിട്ട് നീ ഒന്ന് കാണുന്നില്ല, കണ്ണൊന്ന് തുറന്നേ, ഞാൻ തുറന്നിട്ടേക്കുക. അത് നീ നിന്റെ കൊച്ചും കൊച്ചിൻ്റെ കൊച്ചും അതിൻ്റെ കൊച്ചും കൂടെ കുടിച്ചാൽ തീരുന്നതല്ല. അത് അടുത്ത മരുഭൂമി തീരുന്നതല്ല. അത് നിന്റെ ആയുഷ്കാലം മുഴുവൻ പിന്തുടരുന്നതാ. ഏറ്റെടുക്കുന്നവരെ പകൽ ആരാധിക്കണം. ചില പുതിയ ഉറവകൾ ദൈവം നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നേരിട്ട് ഇവിടെ പേര് വിളിച്ചപ്പോൾ ഈ ഉലകത്തിൽ ഒരു സ്ത്രീ ദൈവത്തിന് പേര് വിളിച്ചെങ്കിൽ അത് ഹാഗാറ വിളിച്ച്. സാറയൊക്കെ വലിയ യജമാനതിയായിരുന്നാലും തമ്പുരാന് പേരൊന്നും വിളിച്ചില്ല. യഹോവ ഇരയും യഹോവ നിസിയും സ്തോത്രം യഹോവ ശമ്മയൊക്കെ ആമ്പിള്ളാരിട്ട പേരാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ഉറവ തുറന്നെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൽ റോയ്, എന്നെ കാണുന്നവൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ ഒൻപതാമത്തെ പകൽ നിന്നെ കാണുന്നവൻ. ജനം ആരാധിക്കാതിരിക്കരുത്. ഇന്ന് പകലോ എൽ റോയ് ആയ ഒരു ദൈവം ഇവിടെയുണ്ട്. ഓ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഈ പകൽ സ്വർഗം നിന്നെ കാണുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ പറഞ്ഞു ജയത്തിന്റെ കൊടി, അബ്രഹാം പറഞ്ഞു കരുതുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ സഹോദരി ഒരു പേരിട്ടു. ഒന്ന് പറഞ്ഞേ എല്ലാവരും കൂടെ, ശരിക്കൊന്ന് പറഞ്ഞേ. ദൈവം കേൾക്കട്ടെ. അത് പറയുമ്പോ നീ പറയുന്നത് എന്നെ കാണുന്നവൻ. ഒമ്പതാമത്തെ പകൽ എന്നെ കാണുന്നവൻ, എന്റെ സഭയെ കാണുന്നവൻ, എന്റെ ശുശ്രൂഷയെ കാണുന്നവൻ, എന്റെ കുടുംബത്തെ കാണുന്നവൻ, എന്റെ തലമുറയെ കാണുന്നവൻ, എന്റെ പ്രശ്നത്തെ കാണുന്നവൻ, എന്നെ കാണുന്നവൻ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ് ആരാധിച്ചേ. ഇന്ന് പകൽ, ഈ ഒൻപതാമത്തെ പകൽ ഒരുത്തൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്നെ കാണുന്നവൻ. ഓ ചുടാ മന ധര ജന രഗ ധര ലബ രബ ശബ്ദ രാജ. ശൈഡം വേദം വൈഡം ജാലം വക്ഷക രാജം വേദിക രഗതം രൗഡക ബാധി ദീഡപരന്തര ജാലക രഗതര വൈഡ റിമന രഗത രൗഡ. ഓ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. തന്റെ മകൻ ഇസഹാക്കിന് വാഗ്ദത്തം കൊടുത്തു. അവന്റെ മകൻ യാക്കോബിന് വാഗ്ദത്തം കൊടുത്തു. അവന്റെ മക്കൾ 12 പേർക്കും വാഗ്ദത്തം കൊടുത്തു. പോസ്തോത്തിലെ തലമുറകൾക്കൊക്കെ ദൈവം എന്ത് ചെയ്തു? പക്ഷെ ഒരു സഹോദരിക്ക് വാഗ്ദത്തം കൊടുത്തു. അത് ഇവക്ക. അവക്ക് പേരിട്ടു. അവൾ ദൈവത്തിന് പേരിട്ടു. ദൈവം അബ്രഹാമിന് കൊടുത്തതുപോലെ ഇവക്ക് വാഗ്ദത്തം കൊടുത്തു. ഓ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? യജമാനത്തി ഇപ്പോഴും വിളിക്കുന്നത് ദാസി എന്നാ. പക്ഷെ തമ്പുരാൻ അവക്ക് വാഗ്ദത്തം കൊടുത്തു. എന്താ വാഗ്ദത്തം? അബ്രഹാമിന്റെ സന്തതിയെ ഞാനൊരു വലിയ ജാതിയാക്കുമെങ്കിൽ ഹാഗാറേ, നിന്റെ സന്തതിയെയും അപ്പന് വേണ്ടാത്ത, സാറയ്ക്ക് വേണ്ടാത്ത, ആർക്കും വേണ്ടാത്ത നിന്റെ സന്തതിയെ ഞാനൊരു വലിയ ജാതിയാക്കും. വിശ്വസിക്കുന്നവരെ പകൽ ആരാധിക്കാതിരിക്കരുത്. കൈവിട്ടതിന്, തള്ളിക്കളഞ്ഞതിന്, എഴുതി തള്ളിയതിന്. ഓ രക്തത്താല ജയം, രക്തത്താല ജയം, വചനത്താല ജയം. ഓ വിശ്വസിച്ച് ദൂതേറ്റെടുക്ക്. നിന്നെ ഒരു ജാതിയാക്കും. നിന്റെ തലമുറയെ ഒരു ജാതിയാക്കും. നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കും. നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ.
ഇന്ന് പകൽ ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. സഭയുടെ സ്ഥിതി മാറാൻ പോകുകയാ. ഇന്നത്തെ ചില ശൂന്യതകൾ മാറുകയാ. ദൈവം അതിനെ വർദ്ധിപ്പിക്കുകയാ. അബ്രഹാമിന്റെ പിള്ളേര് 12 ഗോത്രപിതാക്കന്മാരാകുമെങ്കിൽ നിന്റെ ഈ കൊച്ചന്റെ സന്തതി 12 പ്രഭുക്കന്മാരാകും. 11 പറയലാരും. അവന്റെ 12 ഗോത്രമാകുമെങ്കിൽ ഇവന്റെ 12 പ്രഭുക്കന്മാരാകും. ഹോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിനൊരു പേര് വിളിച്ചപ്പോഴത്തേന് ദൈവം അബ്രഹാമിന് കൊടുത്തതുപോലെ ഈ സഹോദരിക്ക് അനുഗ്രഹം കൊടുത്തെങ്കിൽ ഈ 9ാമത്തെ പകൽ ദൈവം നിന്റെ സ്ഥിതി മാറ്റുകയാ. ഏറ്റെടുക്കുന്നവര് മാത്രം നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് പകൽ ഒരു ബ്രേക്ക് അലല് അഴിയുന്നത് പോലെ. ഓ യെസ്, സുഡാ മനാധരാ ജനാര ഗൽക്കമാന വൈഡജാല Yes, 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 yes. Hallelujah. Praise the Lord. ആ പറമ്പിന്റെ മൂലയ്ക്ക് ഷെഡ് വെക്കാൻ സ്ഥലം കൊടുക്കാൻ ഞാൻ സ്വോത്രം പറഞ്ഞു. ഹലോ, ഈ മഹാമനസ്കനായ അതിഥി സൽക്കാര പ്രിയനായ ആരാധനാ മനുഷ്യനായ പോകുന്നിടത്തെല്ലാം യാഗപീഠം പണിയുന്ന സ്വന്തം കൊച്ചിനെ യാഗം കൊടുക്കാൻ മടിക്കാത്ത ഈ മനുഷ്യൻ ഒരു ഷെഡ് വെക്കാൻ സ്ഥലം കൊടുക്കാൻ ഞാൻ ആയിട്ടൊരു സ്വോത്രം പറഞ്ഞേ. നിന്റെ ചില നന്മ ഇവിടെ തടഞ്ഞതിന് സ്വോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. നീ പ്രതീക്ഷിച്ച ചിലര് നിനക്ക് തരേണ്ട പലതും തടഞ്ഞത് നിന്നെ ഇവിടെ തീർക്കാനല്ല, അവർക്ക് തരാൻ കഴിയാത്ത ഒന്ന്, അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ദൈവം നിന്റെ സന്തതിക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ഓ, വിശ്വസിക്കുന്നവർക്കായി ഈ ദൂത് ഇവിടെ മാത്രമല്ല സാറേ, ഈ ലൈവിനകത്തുള്ള അനേകരോട് പറയുന്നു. ഇന്ന് പകൽ ലോകത്തിന്റെ ഏത് മൂലക്കിരുന്നു കൊണ്ട് ഈ ദൂത് കേട്ടാലും നിന്നോട് ദൈവാത്മാ പറയുന്നു, ചില വഴി അടഞ്ഞത്, ചില നന്മ മുടങ്ങിയത്, ഓ ചില കരങ്ങൾ നിനക്ക് അനുകൂലമായി വെളിപ്പെടാഞ്ഞത് നിന്റെ ദൈവത്തിന്റെ വഴി നിനക്ക് തുറക്കാനാണ് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. ഓ, എനിക്കവിടെ ഇഷ്ടപ്പെട്ടൊരു പദമുണ്ട് കേട്ടോ. അവൾ അവിടെ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഒരു സ്വോത്രം പറഞ്ഞ്, ഒറ്റപ്പെട്ടു പോയവനെ ചാകാനിട്ടവനെ, അങ്ങനല്ലേ വാക്യം. ഇവന്റെ മരണം എനിക്ക് എന്ന് പറയും. ചാകാൻ വിട്ടവനെ അമ്മ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഈ ഉപവാസിച്ചതിനൊക്കെ നീ താങ്ങി എഴുന്നേൽപ്പിക്കണം. ശക്തമായ ദൂത പറയുന്നത്, കൈവിടല്ല്, 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 എഴുതിത്തള്ളല്ല്, എഴുതിത്തള്ളല്ല്. ചിലതിനൊക്കെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ. ഓ റബ ശാന്താരലബ അർത്തുൽ കമൻ അതര ജനറൗഡാരബലബ ചസൈഡര. ഓ, എല്ലാവരും നന്നായിട്ട് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ബാലം വളർന്നു. അവന് വേണ്ടി തമ്പുരാൻ നിരവധി ഉറവകൾ എന്ത് ചെയ്തു? തുറന്നു. അവന് വിവാഹപ്രായമായി. അപ്പോൾ ഈ അമ്മ, സ്തോത്രം, നീ എവിടെയെങ്കിലും പോയി, ഇത്രയും നാളായിട്ട് നീ ആരെയും കണ്ടുപിടിച്ചില്ലടാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 4 വർഷവും വരുകയും പോവുകയും ചെയ്തിട്ട് ആരെയും ട്രെയിനിലും ബസ്സിലും ഒന്നും കണ്ടില്ലേ? ഐസ്പാറിൽ വെച്ചും ആരെയും കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു തള്ളയല്ലായിരുന്നു കാഗാർ. കൈപൊക്കമൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. തന്തയ്ക്ക് വേണ്ടെന്നും പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയില്ല. കാഗാർ പോയി ഇസ്മായേലിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി.
മാട്രിമോണിൽ ഇട്ടേച്ച് പരിക്കകത്ത് കുത്തിയിരുന്നല്ല, ബ്രോക്കറെ ഏൽപ്പിച്ചെന്നല്ല. ഹാഗാർ ഏത് ബ്രോക്കറെ ഏൽപ്പിക്കാൻ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇത്രയും നേരം പുള്ളി വലിയ കുഴപ്പമില്ലായിരുന്നു, ഒടുവിക്കൊണ്ട് കുടവിട്ടുടച്ചെന്നാ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. നീ തുള്ളുന്നതൊക്കെ കൊള്ളാം, നിന്റെ തലമുറയുടെ ഉത്തരവാദിത്വം നിന്ന് മാറല്ല. അവന്റെ ഭാവി ട്രെയിനിലും വണ്ടിയിലും വെച്ച് അവൻ കണ്ടെത്തുകയല്ല, നീ കണ്ടെത്തണം. ഉത്തരവാദിത്തം മറക്കല്ല്. നിന്റെ ഉത്തരവാദിത്തം നീ നിർവഹിക്കണം. അത് പോലീസുകാരേറ്റെടുക്കരുത്, അത് പത്രക്കാരേറ്റെടുക്കരുത്, അത് മീഡിയക്കാരേറ്റെടുക്കരുത്, അത് നീ ഏറ്റെടുക്കണം. അത് കൊച്ചിന് തലയെ വെച്ച് കെട്ടരുത്, അത് നീ ഏറ്റെടുക്കണം. ഉറവ തുറക്കാൻ മാത്രം പ്രാർത്ഥിച്ചാ പോരാ. കർത്താവേ, ന്യൂസിലൻഡ് 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 മഞ്ഞ് പെയ്യുന്ന ദേശം എന്ന് പറഞ്ഞ് ഉറവ തുറക്കാൻ മാത്രം ഇരിക്കല്ലേ, കല്യാണക്കാരും കൂടെ പ്രാർത്ഥിക്കണം. അന്തരീക്ഷം എല്ലാം പോയല്ലോ. തലയൊറിയാനല്ലേ പറഞ്ഞേ. നീ ഇത് കുത്തി പിടിച്ചിരുന്നോണ്ട് മാന്തി ഉറവ തുറന്നല്ലോ. ഒരാൾ ന്യൂസിലൻഡ്, ഒരാൾ അയർലൻഡ്, ഒരാൾ സ്കോട്ട്ലൻഡ്, എല്ലാ എൻഡിലും പോയി. എവിടെയൊക്കെ ലാൻഡ് ഉണ്ടോ അവിടെയെല്ലാം സ്തോത്രം. ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ അമേരിക്ക, ഒരാൾ കാനഡ. സ്തോത്രം. ഒന്നിന് 33, ഒന്നിന് 44, ഒന്നിന് 37. എന്നിട്ട് ഇപ്പം ഞങ്ങളോട് പറയാം, പാസ്റ്റർ 37 പ്രാർത്ഥിച്ചോളാൻ. അമ്മാമ്മ എന്തെടുക്കുമായിരുന്നു? അങ്ങനെ പെട്ടെന്ന് കെട്ടിച്ചുവിട്ടാൽ ഈ മുടക്കിയതെല്ലാം തിരിച്ചു പിടിക്കണ്ടേ? നമ്മൾ മുടക്കിയല്ലേ പഠിപ്പിച്ചേ, അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സമയം വേണ്ടായിരുന്നു. അത് തിരിച്ചു പിടിച്ചു വന്നപ്പം മറ്റേത് 37. ഇനി 38 കിട്ടണ്ടേ? അതെവിടെ ചെന്ന് ഒപ്പിക്കും? അവൻ 27 കെട്ടിയിട്ട് പോയി. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസലോ. അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അമ്മാമ്മയെ ഹാഗാറിന് കൊടുക്കണം. അല്ല, തെറമുള്ള അവൾ മിസ്രി ആയാലെന്നാ? ഹലോ, അവൾ ആഫ്രിക്കൻ വംശയായാലെന്നാ? അബ്രഹാമിലെ ഗുണം അവളിലുണ്ട്. കുറച്ച് ദിവസത്തെ ബന്ധമേ ഉള്ളൂ. അബ്രഹാം എലയാസറിനെ വിട്ട് കാര്യം നടത്തിയ പോലെ അവളും അവിടെ മകന്റെ കാര്യം നടത്തി. വല്ലോനെ കൊച്ചല്ലേ, അയക്ക് വേണ്ടല്ലോ. നീ എവിടെയെങ്കിലും പോയി ജീവിച്ചു, എങ്ങനെയും ജീവിച്ചു. നീ എങ്ങനെ ജീവിച്ചു, എനിക്കെന്നാ? സ്തോത്രം. അവനെ കളഞ്ഞിട്ട് അവൾ 2ാം കല്യാണം കഴിച്ച് പോയെന്നല്ല. നമുക്കിനി എങ്ങനെ കഴിച്ചാലും നമുക്ക് എടുക്കാൻ നമുക്ക് ആളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ പുള്ളി ഇന്നാളിലൊക്കെ വന്നപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ സ്റ്റാൻഡ് അടിച്ചില്ല, ഒന്നും പോയിട്ടില്ല. നിന്റെ വ്യാജ അഭിനയിച്ചുള്ള വിശ്വാസവും ആത്മീയം എല്ലാം ഇന്ന് പകൽ ഈ 9ാമത്തെ വരിയുടെ കുറിച്ചിടണം. നീ ഒറിജിനൽ വിശ്വാസിയായി മാറണം. നീ തികഞ്ഞ വിശ്വാസിയായി മാറണം. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചെല്ലാം പ്രാപിക്കണം. ഉറവ തുറക്കാൻ മാത്രം പ്രാർത്ഥിച്ചാ പോരാ. തലമുറയുടെ ഭാവി പോലും നീ ഈ 9ാമത്തെ പകൽ ദൈവത്തിന് പ്രാപിക്കട്ടെ. സന്തോഷമുള്ളവര് നന്നായിട്ട് കരമൊന്നടിച്ച് അന്യഭാഷയൊന്ന് ആരാധിച്ച് ചില പോരുകൾ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാ. ഓ ജൂഡാബാരാമന ധര 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 കിബല ബല ബല. ഈ സഭയ്ക്കകത്തെ ദൈവത്തിൻ്റെ തോട്ടമാണല്ലോ സഭ. എന്താ? ദൈവത്തിൻ്റെ തോട്ടത്തിൽ PC ചെറിയാൻ്റെ സൗണ്ട് 15,000 വാട്സിൽ ഉയർന്നാലും വിശ്വാസിക്ക് വലിയ പേടിയൊന്നും വരത്തില്ല. ഞാൻ കുറച്ച് ഷൗട്ടൊക്കെ ചെയ്തിട്ട് പാമെന്നേ ഉള്ളൂ. പക്ഷെ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, എപ്പോഴാ? അതിനു മുമ്പ് അവിടെ ആരെല്ലാം ശബ്ദം ഉണ്ടായി കാണും. ആദാം പേടിച്ചൊന്നുമില്ല. പുള്ളി ടോട്ടലി നഗ്നനായിട്ട് നിൽക്കുക. പക്ഷെ പുള്ളിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. സ്തോത്രം. പുള്ളി പിറന്ന പടി നിൽക്കുക. പുള്ളിക്കത് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തത് പാട്ടില്ലാഞ്ഞിട്ടല്ല, കൈയടിയില്ലാഞ്ഞിട്ടല്ല,
ശബ്ദങ്ങളില്ലാഞ്ഞിട്ടല്ല. തോട്ടത്തിൽ ദൈവത്തിന്റെ കാലൊച്ച കേട്ടു. അപ്പോൾ ആദാം ഭയപ്പെട്ടു. അവൻ ഓടിപ്പോയി ഒരു മരത്തിന് മറഞ്ഞു. എപ്പോഴാ ഭയപ്പെട്ടേ? പറ. സഭയാകുന്ന തോട്ടത്തിൽ മുഴങ്ങേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. നിന്റെ ഭവനമാകുന്ന തോട്ടത്തിൽ ദൈവശബ്ദം മുഴങ്ങണം. സന്തോഷമുണ്ടെ ആരാധിച്ചാ മതി. നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയുടെ ഇടയിൽ, നിന്റെ സഭയിൽ. ഓ യെസ് യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ വ്യക്തമായി ദൈവം ഇടപെടുകയാ. തോട്ടത്തിൽ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ വിശുദ്ധി കുറയല്ലേ, വേർപാട് കുറയല്ലേ, ഭക്തി കുറയല്ലേ, വിശ്വാസം കുറയല്ലേ. ഏറ്റെടുത്തൊന്ന് ആരാധിച്ച് യഥാർത്ഥ അഭിഷേകത്തിന്റെ അധികാരത്തോടെ ഇന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഓ യെസ് 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 യെസ്. ജയത്തിന്റെ ആരാധന, ദൈവ സാന്നിധ്യം അനുഭവിച്ചുള്ള ആരാധന, ദൈവ കൃപ ഏറ്റെടുത്തുള്ള ആരാധന. കൺവെൻഷൻ സ്ഥലത്തൊക്കെ പറയേണ്ടതാണെങ്കിലും ഞാൻ ഒരു കാര്യം പകല് പറയും. സ്തോത്രം. ഈ നീക്കോദീമോസ് എന്ന് പറഞ്ഞ മാന്യനായ മനുഷ്യൻ അക്കാലത്ത് ജീവിച്ചതിൽ ഒരു നല്ല മനുഷ്യനാണ്. ഒരു പൊതുകാര്യമൊക്കെ ഉണ്ടായ ലാസ്റ്റിൽ ഈ പൊളിറ്റീഷ്യനിലും കോടതിയിലും ഒന്നും തീരാതെ, രാഷ്ട്രീയക്കാർക്കും തീരാതെ ഒക്കെ വരുവാണെങ്കിൽ ആളുകൾ വന്ന് പറയും, നീക്കോദീമോസേ ഇങ്ങനൊരു വിഷയമുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഒന്ന് പരിഹരിക്കുന്നത്. അദ്ദേഹം ഒരു ഫൈനൽ വാക്ക് പറയും. ആ വാക്ക് എല്ലാവരും അങ്ങ് അംഗീകരിക്കും. അതായിരുന്നു ആ മനുഷ്യൻ. ആ പുള്ളി ഒരു വാക്ക് പറഞ്ഞാൽ സമൂഹത് ആ മനുഷ്യനായിരുന്നു നീക്കോദീമോസ്. സ്തോത്രം. ഏറ്റവും കൂടിയ വോട്ട് മേടിച്ച് സന്നിധി സംഘത്തിൽ ജയിച്ച ആള്. സ്തോത്രം. ഇനി പുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് വഴക്കുണ്ടാക്കാൻ ഞാനങ്ങ് പറയുക. സ്തോത്രം. പ്രൈസറോ. ആളുകളെ പഠിപ്പിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ രാത്രിയിൽ ആരെ കാണാൻ വന്നു? പ്രായം കൊണ്ടും പദവി കൊണ്ടും തന്നെക്കാട്ടി താണൊരാളിനെ. തനിക്ക് ആ പ്രായം കൂടുതൽ. സ്തോത്രം. വിദ്യാഭ്യാസ യോഗ്യത തനിക്ക. ഇത് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഹലോ. ആളുടെ അടുക്ക് രാത്രി വന്നു. അഡ്രസ്സ് തച്ചൻ്റെ മോൻ. അഡ്രസ്സ് എന്തുവാ? തച്ചൻ്റെ മോൻ. സ്തോത്രം. വന്നിട്ട് മാക്സിമം കിടത്തി. യേശുവേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരാളിനെ അതിൽ കൂടുതൽ ഉയർത്തേണ്ട കാര്യമുണ്ട്. സ്തോത്രം. നമ്മുടെ പാസ്റ്റർ 2 ആഴ്ച അമേരിക്കയിൽ പോയിട്ട് വന്നേക്കാന്ന് പറയുന്നതിൻ്റെ കൂട്ടല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന്. ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക്. നമ്മൾ വല്ലാതെ കപ്പിയും കയറും വെച്ച് പിന്നെ ഇറക്കേണ്ടി വന്നേനെ. അത്രയും പൊക്കത്തിൽ നമ്മൾ പൊങ്ങിപ്പോയേനെ. ഉടനെ യേശു, അമ്മേ മറിയേ, ദേ നീക്കോദീമോസ് വന്നേക്കുന്നു. നമ്മൾ ക്ഷണിച്ചിട്ടല്ലെങ്കിലും വന്നാണല്ലോ, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. പെട്ടെന്നൊരു ചായ അനത്തി കൊടുത്താട്ട് എന്നാ ന്യായമായി പറയണ്ടേ അല്ലേ? പക്ഷേ നദനിയേൽ വന്നാലും നീക്കോദീമോസ് വന്നാലും ആ വരുമ്പോളെ ആളാരാന്നറിയുന്ന ആളാ ഇത്. കടലിൽ കിടക്കുന്ന മത്സ്യത്തിൻ്റെ വായിലെ ചതുർമ്മ കണ്ടതല്ലേ. ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി, ഇവനാണ് എൻ്റെ ബോഡി അടക്കുന്നത്. ഇവനാണ് ക്രൂശ് എന്ന് 3 ആണി പതുക്കെ ഊരി ബോഡി പെട്ടെന്ന് താഴെ വീണ് എൻ്റെ അസ്ഥി ഒന്നും ഒടിയാതെ അവൻ്റെ തോളത്ത് താങ്ങി പതുക്കെ ഇറക്കി വെക്കുന്നത് ഇവനാണ്. ഇവൻ്റെ പോക്കറ്റിലെ ശമ്പളം കിട്ടിയ പൈസ കൊണ്ടാണ് എന്നെ പൊതിയാനുള്ള നിർമ്മല ശീലം മേടിക്കുന്നത്. ഇവൻ്റെ പോക്കറ്റിലെ കാശ് കൊണ്ടാണ് എൻ്റെ തലയും മുഖവും മൂടാനുള്ള റൂമാലും മേടിക്കുന്നത്. എൻ്റെ ബോഡി കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള 100 റാത്തൽ സുഗന്ധം ഇവൻ്റെ സ്വന്തം പോക്കറ്റിലെ കാശിലാണ് മേടിക്കുന്നത്. തലഭാഗം ഇവനും പൊക്കി, കാൽഭാഗം യോസഫ് അരിമത്തിലെ പൊക്കി, അരിമത്തിലെ യോസഫിൻ്റെ കല്ലറെ കൊണ്ട വെച്ച് കല്ലുകൊണ്ട് അടയ്ക്കുന്നത് ഇവർ രണ്ടും കൂടാണ്. സ്തോത്രം.
ഇത്രയെല്ലാം അറിയാമാകുന്ന യേശു ഇത്രയും പൊക്കിയിട്ട് പറഞ്ഞു, നീക്കോദീമോസേ, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, ബോഡി പൊക്കിയ സ്വർഗത്തിൽ പോത്തില്ല, നിർമ്മലശീലെ പൊതിഞ്ഞാൽ സ്വർഗത്തിൽ പോത്തില്ല, മുഖത്ത് റൂമാല് ചുറ്റിയാൽ സ്വർഗത്തിൽ പോത്തില്ല, 100 രാത്രി സുഗന്ധം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു വെച്ചാൽ സ്വർഗത്തിൽ പോത്തില്ല, ബോഡി ചുമ്മിക്കൊണ്ട് കല്ലറ വെച്ചാൽ സ്വർഗത്തിൽ പോത്തില്ല. സ്വർഗത്തിൽ പോണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. ഹലോ, നല്ലപോലെ ആരാധിക്കണം. 40 വർഷമായാലും 30 വർഷമായാലും 20 വർഷമായാലും സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. സന്തോഷമുണ്ട്, കരം ഒന്ന് വീശി അടിച്ച് അഭിഷേകത്തോട് അന്യഭാഷയിൽ ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച് നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ, ഓ ഹല്ലേലൂയ, ഏറ്റെടുക്കുന്നവർ ഒന്ന് പുതുതായി ജനിച്ച ഒരു ആരാധന, അല്ലെ ആദരങ്ങൾ ഒന്ന് ശുദ്ധീകരിച്ച്, ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ച് ദൈവകൃപ ഏറ്റെടുത്ത്, ഓ വേദി കടകം നുടക ചാലം വൈഡഭേദം രൗഢജാല ധീര രഗത, ഓ യെസ് 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 യെസ്, പുതുതായി ജനിച്ചവന്റെ ആരാധന, പുതുതായി ജനിച്ചവന്റെ ആരാധന. യെസ്, ഹല്ലേലൂയ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്താം. 9ാമത്തെ പകലും ശക്തമായ ഒരു പോര്. 1, വെട്ടേറ്റു വീണവൻ. 2, വീണ്ടെടുക്കപ്പെട്ടവൻ. വീണ്ടെടുക്കപ്പെട്ടവൻ വാഴുകയാണ്, വെട്ടേറ്റു വീണവൻ എഴയുകയാണ്. സ്തോത്രം, സ്തോത്രം. എഴയുന്ന വിശ്വാസിയുണ്ടോ? ഹലോ. അവൻ്റെ അടുത്ത കുഴപ്പം 1 വെട്ടേറ്റ് വീണവനാണ്, എഴയുന്നവനാണ്. നാക്കെടുത്ത് വളച്ച പുള്ളി കള്ളമേ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ പോസ്ക് പറയുക മാത്രമല്ല, പോസ്ക് ഉണ്ടാക്കുന്നവൻ കൂടാ. പോസ്കിൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവാണ്. പോസ്ക് പറയുന്നവനും പറയുന്നവൻ്റെ അപ്പനും കൂടാ. അവൻ സദാകാലം അപവാദം പറയുന്നവനാണ്. ഹലോ. പിന്നെ അവനൊരു വീട്ടിൽ കയറിയാൽ നിന്റെ അനുവാദം വേണ്ട, അറക്കും, മുടിക്കും, മോഷ്ടിക്കും. 3 കാര്യം അവൻ ചെയ്തിരിക്കും. വീണവനാണ്, വെട്ടേറ്റവനാണ്, എഴയുന്നവനാണ്, പോഷ്ക് പറയുന്നവനാണ്, അപവാദിയാണ്, അറക്കുന്നവനാണ്, മുടിക്കുന്നവനാണ്, മോഷ്ടിക്കുന്നവനാണ്. ഒരല്ലിയ പറഞ്ഞേ, നീ അതിൻ്റെ മീതെ വാഴുന്നവനാണ്. ഇവിടെ ഉയരേണ്ടത് വാഴുന്നവന്റെ ആരാധനയാണ്, തോറ്റു തുന്നം പാടിയവന്റെ ആരാധനയല്ല. ഇവിടെ ജയിച്ചു വാഴുന്നവന്റെ ആരാധനയാ. സന്തോഷവന്റെ കര ചേർത്തടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നീ ഇന്ന് പകൽക്കാലം ചില പോരുകളുടെ മീതെ 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 നീ വാഴുന്നവനായി മാറുവാൻ. ഓ ജയം 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 ജയം. യെസ് 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 യെസ്. അതര തുറന്ന് അല്ലെ നന്നായി കരമടിച്ച് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ഒരസാധാരണ ദൈവകൃപ. ഓ രക്തത്താലേ ചെയ്യാം, രക്തത്താലേ ചെയ്യാം. ഒരു നിമിഷം നമ്മൾ ആരാധിക്കാൻ പോവാം. ആരുടെ ആരാധന എന്നറിയാമോ? പുതുതായി ജനിച്ചവന്റെ. ഒരു സെക്കൻഡ് ടച്ചിങ്. സമയമുണ്ട്, നമുക്ക് വൈകിട്ടെടുക്കാം. ഒരു 2ാമത്തെ സ്പർശനം. ആദ്യത്തെ പുതപ്പ് വീണപ്പോ കലപ്പ കീറി, കാളെ അറുത്തു, അപ്പനോട് യാത്ര പറഞ്ഞു, പുറകെ പോയി. സ്തോത്രം. പക്ഷെ യോർദാൻ അക്കരെ കയറിയവന്റെ മേൽ 2ാമത്തെ ഒരു സ്പർശനം ഉണ്ടായി.
അതൊരു ഇരട്ടി ആത്മാവിന്റെ വ്യാപാരമാണ്. ഇന്ന് പകൽ സഭയ്ക്കകത്ത് ഒരു ഇരട്ടി ആത്മാവിന്റെ വ്യാപാരം. ആ പുതപ്പൊന്നൂടെ ഓ, ഈ ശിമിശോന്റെ അപ്പൻ മനോഹ ഒരു കാര്യം പറഞ്ഞു. എൻ്റെ അസാന്നിധ്യത്തിൽ നീ എൻ്റെ ഭാര്യയ്ക്ക് വെളിപ്പെട്ടായിരുന്നു. എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒന്നുകൂടെ എനിക്കും കൂടെ കേൾക്കത്തക്ക നിലയിൽ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ആ ദൂത് എനിക്കൂടെ കേൾക്കത്തക്ക നിലയിൽ ദൂത ഒന്നുകൂടെ വെളിപ്പെടണം. ഹലോ, ഹല്ലേലൂയ. എനിക്ക് അവിടെ അവിശ്വാസമില്ല. അവൾ പറഞ്ഞ ദൂത് കറക്റ്റാണ്, ഞാനത് വിശ്വസിക്കുന്നു. എങ്കിലും എൻ്റെ അകത്തെ മനുഷ്യന് ഒരു ഉറപ്പ് കിട്ടാൻ, ഒരു സെക്കൻഡ് ടച്ചിങ് ഇന്ന് പകരം നൽകാൻ പോകുക, ദൈവം നൽകാൻ പോകുക. ഏറ്റെടുക്കുന്നവർ ഹല്ലേലൂയ. നന്നായി 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 അല്പനിമിഷങ്ങൾ. ഹല്ലേലൂയ. എല്ലാ അധരം തുറന്ന് എല്ലാ ശബ്ദമുയർത്തി പെരുവെള്ളത്തിന്റെ ഉയർച്ച പോലെ, പുരുഷാരത്തിന്റെ ഘോഷം പോലെ ഒരു ശക്തമായ ആരാധന ഈ പട്ടണത്തിന് കെട്ടഴിയട്ടെ. ഈ പട്ടണത്തിന് കെട്ടഴിയട്ടെ. സഭയ്ക്കെതിരായി ദുഷ്ടപിശാച് വെച്ച സകല അതിരുകൾ, അവൻ പിരിച്ച സകല അതിരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഒരൊഴുക്ക്, പണ്ടത്തെ പോലെ ഒഴുക്ക്, സഭയിലേക്ക് ഒരു ഒഴുക്ക്, ആത്മാക്കളുടെ ഒഴുക്ക്, ആരാധന ഒഴുക്ക്. യെസ്. ശൈഡ രാജ ധീര മാന ധീര രഗത രൗഡ രമണേ അർത്ഥന ജാലക ദീപമ രാതുര വൈഡക റിബലമ രഗത രൗഷ റിക മാന. യെസ് 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 യെസ്. ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. യെസ്. ഉടമ രമല രഗത രൗഡ